നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാലല്ലേ? നല്ല കാര്യമല്ലേ? കരുണ്യവാനായ എൻ്റെ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരുന്ന നല്ല തമ്പുരാനെ, ജീവിതത്തിൻ്റെ ഓരോ പ്രതിസന്ധിയിലും ഇന്ന് വരെ ഈ നിമിഷം വരെ ഞങ്ങളെ കാത്തു സൂക്ഷിച്ചതിന് നന്ദി പറയുന്നു. ഇനിയുള്ള ഞങ്ങളുടെ ജീവിതത്തിലും അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. ജീവിതത്തിൻ്റെ ഏതെല്ലാം പ്രതിസന്ധികൾ വന്നാലും അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ടെന്നുള്ള വിശ്വാസത്തിൽ മുന്നോട്ട് പോകുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തെയും ഞങ്ങളുടെ കുടുംബത്തെയും പ്രത്യേകമായിട്ട് ഞങ്ങളുടെ ഈ ഇടവക സമൂഹത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളുടെ വേദനകൾ കണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. കൈവിടാതെ കാക്കണേ കർത്താവേ. എല്ലാ മഹത്വവും എല്ലാ പുകഴ്ചയും യേശുവിൻ്റെ നാമത്തിന് മാത്രം. യേശുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. എല്ലാവർക്കും സുഖാണോ? എല്ലാവർക്കും സുഖാണോ? ജീവിക്കാൻ വലിയ കാര്യങ്ങളൊന്നും വേണ്ട, കുഞ്ഞു കാര്യങ്ങൾ മതി. ആ കുഞ്ഞു കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തിയ നമ്മൾ ഹാപ്പിയാവും. നമ്മുടെ കുഴപ്പം എന്താ പറയുക, നമ്മൾ വലിയ വലിയ കാര്യങ്ങളെ കുറിച്ചാണ് എല്ലാ ദിവസവും ചിന്തിക്കണേ. പക്ഷെ കുഞ്ഞു കാര്യങ്ങൾ ഈ മൊമെന്റിൽ സന്തോഷിക്കാൻ പഠിച്ചാൽ മതി, നമ്മൾ ഹാപ്പിയാവും. അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദിച്ചേ, ആർ യു ഹാപ്പി? കുട്ടികൾ എനിക്ക് ഓക്കെയാണ്. സീനിയർ സിറ്റിസൺസ് ഒക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷമായി. ആർ യു ഓക്കെ? യെസ്, താങ്ക് യു കേട്ടോ. നിങ്ങൾ നല്ല മനുഷ്യനാണെന്നാണ് എന്റെ വെപ്പ്. ആണോ? ആര് പറഞ്ഞു? ആര് പറഞ്ഞു? ഈ യുവജനവാരത്തോടനുബന്ധിച്ച് നിങ്ങൾ ഇത്രയും മനോഹരമായിട്ടൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹവും കൃപയും ഉണ്ടാകട്ടെ എന്ന് ആദ്യമേ തന്നെ ആശംസിക്കുകയാണ്. എന്നെ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്ത ഇടവക വികാരിച്ചനായ ജോൺ സ്ലീബാച്ചനെയും, എന്നെ വിളിച്ചത് മിക്കവാറും ജെയ്സനാണ് മിക്കവാറും വിളിച്ചുകൊണ്ടിരുന്നത്. ജെയ്സനെയും ഒത്തിരി സ്നേഹത്തോടു കൂടി ഓർക്കുന്നു. മറ്റു വിശിഷ്ട വ്യക്തികളുണ്ട്, അവരെയും ഓർക്കുന്നു. ഇനിയൊരു മീറ്റിംഗ് കൂടി നിങ്ങൾക്കുണ്ട്. ഈ ദിവസങ്ങളിലായിട്ട് നിങ്ങൾ പള്ളിയിൽ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? വീട്ടിൽ പോകാറുണ്ടോ? ഇടയ്ക്കൊക്കെ വീട്ടിൽ ചെല്ലുന്നത് നല്ലതാ കേട്ടോ. അപ്പോ വീട്ടിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും സന്തോഷത്തോടെ ഇരിക്കുക കേട്ടോ. എനിക്ക് അത്രയും നിങ്ങളോട് പറയാനുള്ളൂ. ഇന്നലെ ഞാൻ താപസി വന്നിട്ടുണ്ടായിരുന്നു, അല്ലേ? എന്തെങ്കിലും കിട്ടിയോ? ഈ 3 ദിവസം കൊണ്ട് എന്തെങ്കിലും മെച്ചമുണ്ടായോ? ഞാൻ ചോദിച്ചോട്ടെ? കൊച്ചി 3 ദിവസം വന്നിട്ടുണ്ടായ? യു സ്റ്റാൻഡ് അപ്പ്. എഴുന്നേറ്റേക്ക്. ഞാൻ ചോദിക്കും കേട്ടോ, എഴുന്നേറ്റേക്ക്. അവര് പറഞ്ഞതൊന്നും എനിക്ക് പറയാതിരിക്കാൻ വേണ്ടിട്ടാ. ഇങ്ങോട്ട് വാ. നിങ്ങൾ പേടിക്കണ്ട കേട്ടാ. മോളുടെ പേരെന്നാ? ആൻമേരി. സുന്ദരിയാണ് കേട്ടോ. അല്ല, അങ്ങോട്ട് തിരിഞ്ഞേക്ക്. സുന്ദരിയാണ്, അവർ കാണട്ടെ. ഓക്കെ. ആൻമേരിയെ, ഈ 3 ദിവസം വന്നിട്ട് എന്റെ കൊച്ചിന് എന്താ കിട്ടിയേ? ഒരു കാര്യം പറഞ്ഞാൽ പുള്ളി പറയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആൻമേരിക്ക് അറിയാം, ആൻമേരി നല്ല കൊച്ചാ. ആൻമേരിക്ക് പറയാൻ പറ്റും. ആൻമേരിയുടെ അപ്പച്ചന്മാരും അമ്മച്ചിമാരൊക്കെയാണ് ഈ നിൽക്കണേ. ആൻമേരി സുന്ദരമായിട്ട് സംസാരിക്കുന്നവർക്ക് അറിയാം. ആൻമേരി നല്ല കൊച്ചായതുകൊണ്ട് 3 ദിവസം വന്നേ കേട്ടോ. അപ്രിഷിയേറ്റ് ചെയ്യൂ കേട്ടോ. ഇനി അവരോട് പറയണം എന്താ എനിക്ക് കിട്ടിയ 3 ദിവസം കൊണ്ട്. ഇവിടുത്തെ യുവജനങ്ങളൊക്കെ സംഘടിപ്പിച്ച് നല്ല സന്തോഷത്തോടെ കൂടെ ഇങ്ങനെ ഒരു പരിപാടി അണിയിച്ചൊരുക്കിയിട്ട് ഈ 3 ദിവസം ഇവിടെ വന്നിരുന്നിട്ട് എന്തുട്ടാ കിട്ടിയേ? പ്രാർത്ഥനയോ? എന്നാ തള്ള കർത്താവേ. എന്നിട്ട് അടുത്തത് ഇവിടുത്തെ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തോ? ഈ ക്ലാസ്സിൽ നിന്നുകൊണ്ട് എന്തു എന്റെ കൊച്ചിന് മനസ്സിലായേ? ഈ ആൻമരിയുടെ കൂട്ടുകാരി നിങ്ങൾ വിളിച്ചേ, ഇങ്ങോട്ട് വന്നേ. നീ ഇങ്ങോട്ട് വാ. എനിക്ക് ആൺകുട്ടികൾ 2-3 പേരെ വേണം കേട്ടോ. ഞാൻ വിളിക്കും. മുത്തിന്റെ പേരെന്നാ? ഫേബയും സുന്ദരിയാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ ഫേബ, ഈ 3 ദിവസം ഇവിടെ ഇങ്ങനെ അറേഞ്ച് ഒക്കെ ചെയ്ത് ക്ലാസ്സുകളൊക്കെ സംഘടിപ്പിച്ചു കഴിഞ്ഞിട്ട് ഫേബ മോൾക്ക് എന്താ കിട്ടിയേ? ഡ്രസ് ഒരുക്കാൻ വന്നാണ് ഇവിടെ? അല്ല, ഉത്തരം പറയേ. ഒരു കാര്യം എനിക്ക് മനസ്സിലായ ഒരു കാര്യം പറഞ്ഞാൽ മതി. ഇവിടെ പറഞ്ഞ കാര്യമൊന്നും വേണ്ട, എനിക്ക് മനസ്സിലായ ഒരു കാര്യം പറഞ്ഞാൽ മതി. നമ്മൾ നമ്മുടെ ജീവിതത്തിലെ സന്തോഷങ്ങൾ ഉണ്ടാവണം, പക്ഷെ അത് സൂക്ഷിച്ച് എല്ലാം നമുക്ക് വേണ്ടി ജീവിക്കുകയാണെങ്കിൽ അത് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണം. ഏത് ക്ലാസ്സിൽ നിന്നാ? അല്ല, ഏത് ക്ലാസ്സിൽ നിന്ന് കിട്ടിയതാ? അത് ഏത് ദിവസത്തെ ക്ലാസ്സിൽ നിന്ന് കിട്ടിയതാ? ആരുടെ? സുബിയച്ചന്റെ.
ആണോ? ഇങ്ങനെയൊക്കെ പറഞ്ഞോ? കൊള്ളാം കേട്ടാ. എടാ വാ, അതൊക്കെ നിക്കടാ, കണ്ണട വെച്ചോ, ഇങ്ങോട്ട് വന്നേടാ, നീ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. വന്നിട്ടുണ്ടായോ ദിവസങ്ങളിലൊക്കെ? അത് മതി, എനിക്ക് അത്ര അറിഞ്ഞാൽ മതി കേട്ടോ. നമ്മുടെ കുഴപ്പം എന്നറിയോ, നമ്മളിങ്ങനെ കുറെ ക്ലാസ്സുകൾ കേൾക്കണ്ട്, എന്തിങ്ങനെ കിട്ടണ്ടോ അത് ആദ്യം അന്വേഷിക്കണ്ടേ, എന്നിട്ട് വേണ്ട ഈ പറയാൻ. മുത്തിന്റെ പേരെന്നാ? ആബേല്. സൂപ്പർ പേരാ കേട്ടോ, നീ സുന്ദരനാണ്. തിരിഞ്ഞേ കാണട്ടവര്. ആബേലെ നീ 2-3 ദിവസം കൊണ്ട് എന്താ കിട്ടിയേ? ഓ നല്ല സുന്ദരനാ കേട്ടോ. ഇവനും ഭംഗിയുണ്ട്, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞാൻ എല്ലാവരെയും കാണുമ്പോൾ സുന്ദരനാണ് സുന്ദരിയാന്ന് പറയും. അത് കാട്ടുമാക്കാനാണെങ്കിലും പറയും കേട്ടോ. എന്റെ കാരണം എന്നറിയോ, ദൈവം സൃഷ്ടിച്ചതെല്ലാം ഭംഗിയുള്ളതാ അല്ലേ? ദൈവം സൃഷ്ടിച്ചതിൽ എന്തെങ്കിലും കുറവുണ്ടോ? ഒരു കുറവില്ല. അത് കളർ നോക്കിയിട്ടാണോ ഭംഗി തീരുമാനിക്കണേ? അല്ല, ദൈവം സൃഷ്ടിച്ചതെല്ലാം ഭംഗിയുള്ളതാ. അതുകൊണ്ട് ഞാൻ എല്ലായ്പ്പോഴും പറയും, നീ സുന്ദരിയാ, നീ സുന്ദരനാന്ന് പറയും കേട്ടോ. അത് കേൾക്കുമ്പോ തന്നെ ഭയങ്കര സന്തോഷം നിങ്ങൾക്ക്. ഇതേ 3 മുഖം പോയ കണ്ടില്ലേ, നാണമായിരുന്നു ആൻമരിക്ക് കേട്ടോ. അപ്പൊ നമുക്ക് ദൈവം സൃഷ്ടിച്ചതെല്ലാം ഭംഗിയുള്ളതാ, നമ്മൾ അങ്ങനെ കണ്ടാൽ മതി. അതുകൊണ്ട് ഇനി പറയാതിരിക്കാനും വയ്യ. ചില സ്ഥലങ്ങളിൽ ചെന്ന്, കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് ധ്യാനിപ്പിക്കാൻ ചെന്ന് കഴിഞ്ഞിട്ട് ആദ്യത്തെ ദിവസം പറഞ്ഞു നീ സുന്ദരിയാട്ടോ എന്ന് പറഞ്ഞു. 2ാമത്തെ പ്രാവശ്യം വന്നു കഴിഞ്ഞപ്പോ ഒരു കൊച്ചിനോട് ഞാൻ പറയാൻ വിട്ടുപോയി. ധ്യാനം കഴിഞ്ഞപ്പോ എന്റെ അടുത്തേക്ക് വന്നേക്കാം ഇങ്ങനെ. ഞാൻ എന്തിയെ എന്നോട് മാത്രം പറഞ്ഞില്ല എന്ത് സുന്ദരിയാന്ന്. അപ്പൊ ഞാൻ പറഞ്ഞോളാം. പിറ്റേ ദിവസം അതിനെ വിളിച്ചിരുത്തിയിട്ട് ഞാൻ 2 പൊക്കി പറഞ്ഞു, ഇതുപോലൊരു സുന്ദരിനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പിന്നെ അവള് വന്നിട്ടില്ല. അതുകൊണ്ടാ പറഞ്ഞേ, ദൈവം സൃഷ്ടിച്ചതെല്ലാം ഭംഗിയുള്ളതാ. ജോണച്ചാ ഇത് സുന്ദരനാ കേട്ടോ, നീ ഇടവകയിലെ ഏറ്റവും സുന്ദരനാ. ഓക്കെ, അച്ഛനെ സ്നേഹം കൊണ്ടായിട്ട് എന്നോട് പറയണേ. ആ അച്ഛനും കേട്ടോ, അച്ഛന് ഭയങ്കര ഇഷ്ടം തന്നെ, അതുകൊണ്ടല്ല എങ്ങനെ ചോദിച്ചേ. നീ ഉത്തരം പറ. അപ്പൊ സൗന്ദര്യമൊക്കെ ഞാൻ കാണിച്ചു തരാം. പറ. ഈ 3 ദിവസം കൊണ്ട് എന്റെ മോനെ എന്താ കിട്ടിയേ? കിട്ടി വരുന്നുള്ളൂ. ഇത് തീർന്നാലും കിട്ടുമോ? ഒരെണ്ണം പറയാമോ കിട്ടിയത്? കിട്ടിയതായിട്ട് എന്താ നമ്മൾ എന്തെങ്കിലും മെച്ചം ഉണ്ടായ? ഒരു മെച്ചം, നല്ല ബോധമുണ്ട്. ബോധം ഉണ്ടെന്നോ? അപ്പൊ പണ്ടുണ്ടായിരുന്നില്ല ഈ ബോധം? അതേപോലെ നിങ്ങളെ ബോധം കിട്ടിയത് അത് ഭയങ്കര അറിവാട്ടാ. ഇവിടെ ബോധം വെട്ടാൻ വേറെ എന്തെങ്കിലും ക്ലാസ് ഉണ്ടായിരുന്നോ? എന്ത് കിട്ടി വേറെ? എന്റെ കൊച്ചിന് ആബേലിന് ഈ ക്ലാസ് കൊണ്ട് കിട്ടിയ ഒരു മെച്ചം പറഞ്ഞാൽ മതി, ഒരു സന്തോഷം. സഹജീവികളോടുള്ള സ്നേഹം. സഹജീവികളോടുള്ള സ്നേഹോ? ഏത് സഹജീവിയോടാ? എനിക്ക് മനസ്സിലാവും കേട്ടോ ഏത് സഹജീവിയോടാണെന്ന്. അപ്പൊ അതുകൊണ്ട് നല്ല സഹജീവിയോടുള്ള സ്നേഹമാണെങ്കിൽ നേരിട്ട് പോവാം. പ്രകൃതി ഓക്കെ, ഞാൻ തെറ്റിദ്ധരിച്ചു, പോട്ടെ, കുഴപ്പമില്ല. സഹജീവികളോടുള്ള സ്നേഹം വർദ്ധിച്ചു എന്നാ പറയണേ. അവിടേക്ക് എടാ വേണ്ട, നീ പോണ്ട, അവിടെ കണ്ടല്ല, അവരൊന്ന് കാണട്ടെ, നിങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിട്ടില്ല. നീ വന്നേ, ഈ മുമ്പിലിരിക്കണവൻ, ഈ ആ ബ്ലാക്ക് ഷർട്ടിന്റെ പിന്നിലിരിക്കണ ചെറുക്കൻ. യാ യു കമോൺ. പട്ടാളാണോ? പൊക്കോ, കുഴപ്പമില്ല. അല്ല ഇങ്ങോട്ട് വാ. പട്ടാള അല്ലെങ്കിൽ നമുക്കൊന്നിട്ടാ അല്ലേ? ഇങ്ങോട്ട് വാ. അവൻ നല്ലവനാ കേട്ടാ, പട്ടാളക്കാരനാണ്, കണ്ടാലും പറയൂ കേട്ടോ. അതീവ സുന്ദരനാണ് കേട്ടോ. ഓക്കെ, ഇപ്പൊ പോണ്ടോ? അടുത്ത ആഴ്ച പോവും. ഇതിനു വേണ്ടി വന്നാണോ? നിന്നൊക്കെ സമ്മതിക്കണം. പോട്ടെ. പേരെന്നാ? നോബിളിന് എന്താ കിട്ടിയേ? ഈ പട്ടാളത്തിൽ നിന്ന് വന്ന് നീ ഇവിടെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് എന്താ കിട്ടിയ എന്റെ നോബിളിന്? ഇവർക്ക് ഇന്ന വന്നേ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ. സമ്മതിക്കണോട്ടാ. അതിർത്തി കാക്കുന്നവനായതുകൊണ്ട് ഞാൻ ബഹുമാനിക്കുന്നു കേട്ടോ. ഓക്കെ പൊക്കോ. താങ്ക് യു നോബിളെ. നീ പൊക്കോ, 2 പൊക്കോ. ഇനി വേറെ ആർക്കെങ്കിലും, കുട്ടികൾക്ക് ആർക്കെങ്കിലും ഈ 3 ദിവസം വന്നിട്ട് കാരണവന്മാർക്കും ആൻസർ ചെയ്യാം. എനിക്ക് പിടിക്കാനുള്ള പേടിയുള്ളത് കൊണ്ടാണ് ഞാൻ ചോദിക്കാത്തത്. പിള്ളേരാകുമ്പോൾ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ്. എനിക്ക് യുവതിവാക്കളെ ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എനിക്ക് അവരുടെ പൾസ് മനസ്സിലാക്കാൻ പറ്റും ഭയങ്കരമായിട്ട്. ഞാൻ സംസാരിക്കുന്നത് പോലും അവരോടാണ് എപ്പോഴും. അപ്പം അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് കിട്ടും. കാരണവന്മാരെ പിടിക്കുമ്പോൾ ഇച്ചിരി പഴക്കം ചെന്ന ഇടവകയൊക്കെ ആയതുകൊണ്ട് CC അടഞ്ഞ് തീരാറായ പല കാരണവന്മാരും ഇവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് പിടിക്കാനൊക്കെ ആയിട്ട്. എന്നോട് ഞാൻ ചോദിച്ചു നോക്കാം, നിങ്ങൾക്ക് കോമൺ ആയിട്ട് ഞാൻ ചോദിക്കുക, ഒരാൾക്ക് ആൻസർ ചെയ്യാം. ഈ 3 ദിവസം കൊണ്ട് എനിക്ക് എന്ത് കിട്ടി? കുന്തം വഴിങ്ങോലിരിക്കുക. ഒരു ആൻസർ കിട്ടിയാൽ മതി. ഒരു കാര്യം, എനിക്ക് ഒറ്റ കാര്യം കിട്ടിയാൽ മതി. എന്തെങ്കിലും
ആ താങ്ക് യു അപ്പച്ചാ. ദൈവത്തിന്റെ കൃപ കിട്ടി അല്ലേ? എനിക്കെന്ത് മനസ്സിലായെന്ന് ചോദിച്ചാ ആ അപ്പച്ചൻ എന്നിട്ടോ ഇങ്ങോട്ട് വരാമോ? സുന്ദരനാട്ടോ. ആള് പുലിയാ. പോലീസ്. അയ്യോ, ഈ ഇടവക മുഴുവൻ പോലീസും പട്ടാളമുള്ളൂ. ഇത് എന്തിടവകയിടവേ ഇത്? ഇവിടുത്തെ അച്ഛന്മാരൊന്ന് വിറക്കൂല നീ? ട്രസ്റ്റും പട്ടാളമാണല്ലേ? എന്റെ കർത്താവേ. ആ അങ്കമാലിലാണോ? ഞാനവിടെ ഉണ്ട്, ജനിച്ചിട്ടുണ്ടാവില്ല സാറ് ജോലി ചെയ്യുമ്പോ കേട്ടോ. ഓക്കെ സാറേ, സാറിന്റെ പേരെങ്ങനെയാ? തോമസ് സാറ്. തോമസ് സാറേ, എന്താ കിട്ടിയേ? ലോകത്തിലേക്ക് ഏറ്റവും മധുരമുള്ള ഒരു വാക്കാണ് കിട്ടിയേക്കുന്നത്. നല്ല വാക്കുകൾ. അതാണ് നീ കിട്ടിയേക്കുന്നത്. നല്ല വാക്കുകൾ ഏറ്റവും മധുരമുള്ളത്. ഇവർക്കൊന്നും മനസ്സിലായില്ല സാധനം. ഒന്ന് നല്ല വാക്കുകൾ. ഇപ്പൊ ഇന്നലെ ഇവിടെ പ്രസംഗിച്ചായിരുന്നു. നല്ല വാക്കുകൾ പറയണം. ലോകത്തിൽ ഏറ്റവും മധുരമുള്ളത് നല്ല വാക്കുകളാണ്. നല്ല വാക്കുകൾ. ഒരു നല്ല വാക്ക് പറയാമോ? ദൈവത്തിനോടുള്ള സ്നേഹം തന്നെ നല്ല വാക്ക്. നല്ല വാക്കുകളായിരിക്കണമെന്നത്. ഇതാരാ പറഞ്ഞേ ഇന്നലെ? നമ്മള് സ്വാമി പറഞ്ഞു. ആ സ്വാമി പറഞ്ഞാണോ? ഞാൻ കണ്ടോളാം പുള്ളിയിലെ. സന്തോഷം കേട്ടോ. താങ്ക് യു സാറേ, താങ്ക് യു സോ മച്ച്. ഒരു നല്ല കൈഡി കൊടുത്തേ. പറയാൻ വന്ന് കാണിച്ചില്ല. സ്ത്രീജനങ്ങൾ ആരെങ്കിലും ഒരാള് കുന്തം മെഴുകല അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാം. ചിലന്റെ തല പൊന്തിയിട്ട് പോലും ഇല്ല. നിങ്ങൾക്കുണ്ടല്ലോ, നിങ്ങൾ എപ്പോഴും ചിന്തിച്ചോളാം, നിങ്ങൾ നല്ല മനുഷ്യരാ കേട്ടോ. ഞാൻ ആദ്യമേ തന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം. ഞാൻ അങ്കമാലിക്കാരനാണ്. എന്റെ ഭാഷയിലെ ചില പദപ്രയോഗങ്ങൾ ഇവിടെ ചിലപ്പോൾ പച്ചത്തെറിയായിരിക്കും കേട്ടോ, പച്ചത്തെറിയായിരിക്കും. അത് ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ധ്യാനിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ പറയുന്ന ചില വാക്കുകൾ കേട്ടിട്ട് മുമ്പിലിരിക്കുന്ന ഒരു ചേച്ചി ഇങ്ങനെ ഇടിക്കുക. എൻ്റെ അമ്മേ, എൻ്റെ അമ്മേ. ഞാൻ വിചാരിച്ചു ഇതിന് ചങ്കില് വേദനയായിരിക്കും, അതുകൊണ്ട് വന്നതായിരിക്കും. പ്രസംഗമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഈ ചേച്ചി വന്നേക്കാ. ഞാൻ ചോദിച്ചു, ഇതിനും മാത്രം ഇടിച്ചു പൊട്ടിക്കാൻ എന്തുട്ടാ ചേച്ചി അതിനുള്ളേ? ഈ ചേച്ചി പറയാ, ഈ അഴുത്താരി നിന്നിട്ട് എന്നാ തെറിയ അച്ഛൻ ഈ പറഞ്ഞോണ്ടിരിക്കണേന്ന്. അപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ ചില വാക്കുകള് ഇവിടെ ഇതേതത് അപ്പൊ കുഴപ്പമില്ല. അപ്പോ ചില വാക്കുകള് ഇവിടെ തെറിയായിരിക്കും. ഇപ്പൊ നല്ല മനസ്സോടെ, എനിക്ക് നാണം മാറില്ലാത്തോണ്ട് ഞാൻ പറഞ്ഞു പോകും. നിങ്ങൾ നല്ല മനസ്സോടെ എടുക്കുക കേട്ടോ. ഇപ്പൊ ഈ തിരുവനന്തപുരത്തിനും അങ്കമാലിക്ക് ഇടയിൽ നിൽക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് എന്താകും എങ്ങനെയാകും എന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ചില പദപ്രയോഗങ്ങൾ വ്യത്യാസമുണ്ട്. ഇപ്പൊ തിരുവനന്തപുരംകാര് എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു പദമുണ്ട്. അവരെന്ത് ചോദിച്ചാലും പറയും ഓ ഓ ഓ. നിങ്ങൾ അങ്ങനെയാണോ? നിങ്ങളൊന്ന് എഴുന്നേറ്റേക്കാമോ? അപ്പൊ അവരെന്ത് പറയും? ഓ. പക്ഷെ അങ്കമാലിലോ എന്ന് പറഞ്ഞ പച്ചത്തെറിയ. അങ്ങനെ പറയാൻ പാടില്ല. അങ്കമാലിലോ എന്ന് പറഞ്ഞ ആ ആളെ കളിയാക്കണേന് തുല്യ. ഓ ഓ, അത് കളിയാക്കണേന് തുല്യ. ഞാൻ തിരുവനന്തപുരത്ത് പോയി ധ്യാനിപ്പിച്ചിടയ്ക്കില് ഞാനിങ്ങനെ ചോദിച്ചു, നിങ്ങളൊന്ന് കരങ്ങൾ ഉയർത്തി സ്തുതിക്കാമോ? എല്ലാവരും പറഞ്ഞു ഓ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവന്മാരെന്നട എന്നെ കളിയാക്കണേ. രണ്ടാമത് ചോദിച്ചു, ആ വചനം ഒന്ന് വായിക്കാമോ? അപ്പൊ ഇവരപ്പോഴും പറഞ്ഞു ഓ. എനിക്ക് ആകെ ഈ സ്റ്റേജിൽ നിന്നിട്ട് ആകെ ഒരു ബുദ്ധിമുട്ട്. അപ്പൊ എന്റെ അടുത്ത് ഈ അച്ഛൻ വന്നിട്ട് ചോദിച്ചു, അച്ഛാ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ഇവരെന്ത് ചെയ്യോ എന്ന് പറയണ എപ്പോഴും. അച്ഛാ ഇവിടത്തെ എല്ലാവരും ശരിയെന്ന് പറയുന്നത് അങ്ങനെയാണ്. അപ്പൊ ഞാൻ വിളിച്ചു, ഓ അങ്ങനെയാണോ? ആ നോക്കേ. അപ്പൊ എന്റെ ഭാഷയിൽ മോന്ന് വന്നു തുടങ്ങി. കഴിഞ്ഞ ദിവസം എന്റെ വീട്ടിൽ ചെന്നപ്പോ എന്റെ അപ്പൻ എന്നോട് പറഞ്ഞു, മോനെ നീ അതങ്ങോട്ട് ചെയ്യോ? ഞാൻ പറഞ്ഞു ഓ ചെയ്തേക്കാം. എന്റെ അപ്പൻ ഓടി വന്നേക്കാം എന്റെ അടുത്തേക്ക്. എന്നെ വർത്തമാനാണ് നീ പറയണേന്ന് ചോദിച്ചോണ്ട്. അതുകൊണ്ട് സ്നേഹം എന്ന് പറഞ്ഞവരെ ഭാഷയിൽ ചില ഈ വ്യത്യാസങ്ങൾ ഉണ്ടാകും. പക്ഷെ നിങ്ങൾ നല്ല മനസ്സോടെ എടുക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ള കാര്യം. ആദ്യമേ തന്നെ ഇതൊരു ദേവാലയ അങ്കണമായതുകൊണ്ട് അച്ഛൻ ചോദിച്ചു നോക്കാം, സ്വർഗത്തിൽ പോകുന്ന ഉറപ്പുള്ളവരുന്ന് കൈവയ്ക്ക്. ആ പൊക്ക്. ഇതൊരു പഴമയുള്ള, ഒത്തിരി വൈദികരുള്ള, പൂർവികരുള്ള, നല്ല നലം തികഞ്ഞ ക്രിസ്ത്യാനികളുടെ ഒരു ഇടവകയാന്ന് എനിക്കറിയാം. അല്ലേ? 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 ഓക്കെ, താങ്ക് യു. അത്രയും കേട്ടല്ലോ. ഈ ചോദ്യത്തിന് ഉത്തരം പറ. സ്വർഗത്തിൽ പോകുന്ന ഉറപ്പുള്ളവരുന്ന് കൈവയ്ക്ക്. ഒരെണ്ണം പോലും പോണില്ലേ? ഓ അങ്ങനെയാണോ? അല്ലോ ചേട്ടൻ പുലിയാ കേട്ടോ. ഈ ഇടവകയിലൊരു പുലി ഉള്ളത് പുള്ളി മാത്രാ. ഇത് സ്വർഗാന്നാണ്. ആണോ? ആ ചേട്ടൻ പറയണ ഇത് സ്വർഗാണ്. ഞാൻ സമ്മതിക്കുന്നത്. ഇവിടെ എല്ലാം സ്വർഗാണോ? ഞാനൊരു ചോദിച്ചോട്ടെ, എന്റെ വീട്ടിൽ ഒരു പ്രശ്നം പോലും ഇല്ല എന്നുള്ളവരെന്ന് കൈവയ്ക്ക്.
വേറൊരു ചോദിച്ചു, ഇനി കുറെ ക്വസ്റ്റ്യൻസ് വരും. ആ ചേട്ടാ അങ്ങനെ ചോദിച്ചോണ്ട് കുറെ ക്വസ്റ്റ്യൻസ് വരും. കേട്ടോ, ഞാൻ അടുത്തൊരു ചോദ്യം. എനിക്ക് പ്രായമാകുമ്പോ എന്റെ മക്കൾ നോക്കുന്ന ഉറപ്പുള്ള മാതാപിതാക്കളൊന്ന് കൈവക്കേ. ആ ചേട്ടൻ പൊക്കില്ലെങ്കിൽ ഞാൻ ഓടിക്കാൻ ചേട്ടനെ കേട്ടോ. ബാക്കി എല്ലാവരും പൊക്കില്ലെങ്കിൽ കുഴപ്പമില്ല. എനിക്ക് പ്രായമാകുമ്പോ എന്റെ മക്കള് നോക്കുമെന്ന് ഉറപ്പുള്ളവര് കൈവക്കേ. 2, 4, 6. നിങ്ങളോ? ഏതില്? അച്ഛൻ പൊക്കണ്ട, കുഴപ്പമില്ല, അച്ഛനെ എക്സെപ്ഷൻ ഉണ്ട് കേട്ടാ. ബാക്കിയുള്ളവരുടെ കാര്യം ഞാൻ ചോദിച്ചേ. സന്തോഷം. ഇത്ര കൈ താത്തി ആദ്യമായിട്ട് ഇത്ര പുരുഷന്മാരും കൈപൊക്കണേ കണ്ടേക്കണം കേട്ടോ. സത്യം, സാധാരണ സ്ത്രീകളൊക്കെ പൊക്കാറുണ്ട്. ബാക്കിയുള്ളവരുടെ മക്കളൊന്നും നോക്കൂലേ? ഉറപ്പില്ല. അപ്പൊ നിങ്ങളുടെ ഇടയിൽ സ്വർഗമുണ്ടോ? വീട് സ്വർഗമാണോ? സ്വർഗമാണെങ്കിൽ അത് നോക്കിയേനെ അല്ലേ? ആ ചേട്ടന് പിന്നെ ഞാൻ സമ്മതിക്കുന്നു കേട്ടോ. ചേട്ടന്റെ പേരെന്നാ? പിയോ? ജോൺ? ജോർജ്. ഓ, സൂപ്പർ നെയിം കേട്ടോ. താങ്ക് യു ചേട്ടായി. ചേട്ടയുടെ വീട് സ്വർഗം കേട്ടോ. ചേട്ടയുടെ വീട് എക്സെപ്ഷൻ. ബാക്കിയുള്ളവരുടെ കാര്യം ചോദിച്ചേ. നിങ്ങൾ ഓർത്തോക്കി, നമ്മള് ഈ ചിന്തിക്കുന്ന കാലഘട്ടം അല്ലെങ്കിൽ ജീവിക്കുന്ന കാലഘട്ടം അത്രയും സന്തോഷമുള്ള ഒരു കാലഘട്ടമല്ല. കഴിഞ്ഞ ദിവസം ഒരു കുടുംബനാഥൻ എന്നെ കാണാൻ വന്നൊരു വർഗീസേട്ടൻ എൻ്റെ അടുത്ത് വന്നിരുന്നൊരു 55 വയസ്സുണ്ട്. 55 വർഗീസേട്ടൻ എന്നോട് പറയാ, അച്ഛൻ മടുത്തു, ജീവിതം മടുത്തു, എല്ലാം തീർന്നു അച്ഛാ, ഇനി ജീവിക്കണ്ട. ഇന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഏറ്റവും കൂടുതൽ വേദനകളിൽ ജീവിക്കുന്ന ആരാന്നറിയോ? ക്രിസ്ത്യാനികളാ. ഒരു നിരാശയാണ് എല്ലാവർക്കും. മടുത്തു, തീർന്നു, തോറ്റു, ഇനി മുന്നോട്ടില്ല. പക്ഷെ ഏറ്റവും കൂടുതൽ പ്രത്യാശയിൽ ജീവിക്കേണ്ടത് സത്യം പറഞ്ഞ ആരാ? നമ്മളാ. പക്ഷെ നമ്മൾ അങ്ങനെയാണോ? അല്ല. നിങ്ങൾ ഓർത്തു നോക്കിയേ, ഞാൻ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഈ ധ്യാനിപ്പിക്കാൻ പോകുമ്പോ, ദൈവം കൂടെയുള്ള മനുഷ്യൻ പേടിക്കോ? നിങ്ങൾ മിണ്ടണ്ടേട്ടാ, നിങ്ങൾ സൂപ്പറാന്ന് എനിക്കറിയാം. നിങ്ങളോട് ചോദിച്ചാ, ദൈവം കൂടെയുള്ള മനുഷ്യൻ പേടിക്കോ? ഇല്ല. നിങ്ങൾക്ക് പേടിയുണ്ടോ? എന്നാ തള്ളടവേ നിങ്ങൾ തള്ളിക്കൊണ്ടിരിക്കുന്നേ. ദൈവം കൂടെയുള്ള മനുഷ്യൻ ടെൻഷൻ അടിക്കോ? ഇല്ല. നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടോ? ചിന്തിച്ചു നോക്ക്. ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വെച്ച് ചിന്തിച്ചു നോക്കണം. അപ്പൊ ഉത്തരം കിട്ടും. നമ്മുടെയൊക്കെ പ്രശ്നം എന്തറിയോ? ദൈവമുണ്ട്, പക്ഷെ ആ ദൈവത്തെ ജീവിതത്തോട് ചേർത്ത് വെക്കാൻ പലപ്പോഴും മറന്നു പോകുന്നവരാ നമ്മളൊക്കെ. ദൈവാശ്രയബോധം എന്നത് ഏറ്റവും കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കണേ. ശരിയാണല്ലയോ? അതെ. നിങ്ങളൊന്ന് ഓർത്തൊക്കെ, ഞാനിപ്പോ നേരത്തെ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഞാൻ വേറെ സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ, ഒരു ഊഹം വെച്ചിട്ട് ഈ ചോദ്യം ചോദിക്കണേ. അടുത്തൊരു ജീവിതം ഉണ്ടെങ്കിൽ ഈ ജീവിത പങ്കാളി തന്നെ മതി എന്നുള്ള എത്ര പേരുണ്ടെന്ന് കൈവക്കേ? ഓ എന്റെ കർത്താവേ. താത്ത് ഞാൻ സമ്മതിച്ചു. താത്ത് ഒരു ചേച്ചി ഇപ്പുറത്തെ പുരുഷനെ പൊക്കളേ. താത്ത് കൈ താത്തി. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കേ, നമ്മളെല്ലാവരും ഇങ്ങനെ ഒരു കലുഷിതമായ സാഹചര്യത്തിലെ ജീവിക്കുന്നേ. നമ്മുടെ മക്കളെ പോലും അക്സെപ്റ്റ് ചെയ്യാൻ, സ്നേഹിക്കാൻ മറന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. കുടുംബത്തിൽ പോലും സന്തോഷമില്ലാത്തൊരു കാലം. പല കുടുംബങ്ങളുടെ കാര്യങ്ങൾ അങ്ങനെയാണ്. അച്ഛൻ്റെ അടുത്ത് ഇപ്പൊ കൗൺസിലിങ്ങിന് ഇഷ്ടം പോലെ കേസുകൾ വരുന്നോണ്ടറിയാം. സ്വസ്ഥതയില്ല, സമാധാനമില്ല, സന്തോഷമില്ല, മുന്നോട്ട് പോകാൻ പറ്റില്ല. നമ്മുടെ പിള്ളേരുടെ അവസ്ഥ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എത്ര ബന്ധങ്ങളാണെന്നറിയോ നമ്മുടെ പിള്ളേർക്ക്? എത്ര കുട്ടികളെ കൊണ്ടുവരണമെന്നറിയോ? കഴിഞ്ഞ ദിവസം ഒരു കൊച്ചിനെ കൊണ്ടുവന്നേക്ക, ഡിഗ്രിക്ക് പഠിക്കുന്ന പെൺകുട്ടി, ഗർഭവതിയാ. എന്നോട് ചോദിക്കുന്ന ചോദ്യം, അച്ഛാ ഞങ്ങൾ എന്ത് ചെയ്യണ്ടേ? എന്താ ചെയ്യണ്ടേ? അത് ഈ പത്തനംതിട്ട സൈഡിൽ നിന്ന് എൻ്റെ അടുത്ത് കൊണ്ടുവന്നേക്കണേ. കൊന്നു കളയണേ ഇവളെ? അത് ഈ കൊച്ചിനെ കൊല്ലണോ? നമ്മുടെ കൊച്ചങ്ങൾക്ക് എന്ത് പറ്റി? നമ്മുടെ കുടുംബങ്ങൾക്ക് എന്ത് പറ്റി? എത്ര ഡിവോഴ്സ് കേസുകളാ വന്നെന്നറിയോ? നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ഇല്ലെന്ന് എനിക്കറിയാം. നിങ്ങൾ സ്വർഗതുല്യമായിട്ട് ജീവിക്കുന്നവരായതുകൊണ്ട് അങ്ങനെ ഇല്ലെന്ന് എൻ്റെ അച്ഛനറിയാം. ഭയങ്കര ഹാപ്പിയാണ്. ഭർത്താവും ഭാര്യയും കൂടെ നോക്കി അത്രയ്ക്ക് സന്തോഷമുള്ളൊരു ഇടവകയാന്ന് എനിക്കറിയാം. എല്ലാവരും തമ്മിൽ അടുപ്പവും സ്നേഹത്തോടു കൂടെ പോകണമെന്ന് എനിക്കറിയാം. നിങ്ങളെ കുറിച്ചല്ല കേട്ടോ. പക്ഷെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചിന്തിച്ചു നോക്കേ, ഐ എം ഹാപ്പി? പലപ്പോഴും അല്ല. വൈ?
അതിലൊറ്റ റീസൺസ് അച്ഛൻ എപ്പോഴും പറയുള്ളൂ. നിങ്ങൾ ജീവിതത്തിൽ എപ്പോഴും സന്തോഷവാനായിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അച്ഛൻ എപ്പോഴും പറയും നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യനായിരിക്കണം. അതുകൊണ്ടാണ് തമ്പുരാൻ ഇങ്ങനെ പറഞ്ഞു വെച്ച വചനത്തില് എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ ജീവിതത്തിൽ ചിന്തിച്ചു നോക്കേ, നാളെ ഇതുവരെ നിങ്ങൾ ജീവിച്ച് മുന്നോട്ട് പോകണ്ട്. നിങ്ങൾക്കുള്ളതെല്ലാം നിങ്ങൾ ഈസി ആയിട്ട് ചിന്തിക്കുക. നമ്മുടെ മക്കളിപ്പോ പള്ളി വരുമോ? അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ഇടവകയിലുണ്ട് കേട്ടോ നല്ല കൊച്ചങ്ങൾ. എനിക്ക് സന്തോഷമായി, ഇത്രയും പിള്ളേരെ കണ്ടപ്പോ തന്നെ സന്തോഷമായി. ഈ യുവതിവാക്കളോ? ഒന്ന് ചിന്തിച്ചു നോക്ക്, എന്തു പറ്റി അവിടെ ലൈഫിന്? എന്താ എന്റെ പ്രശ്നം? ആത്മാർത്ഥമായിട്ട് ചിന്തിച്ചു നോക്കിയാൽ നമുക്കൊരു ഉത്തരം കിട്ടുന്നറിയോ? നമ്മളൊക്കെ ഇന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ, നമ്മുടെ ജീവിതത്തില് ദൈവാശ്രയ ബോധം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ പല മക്കൾക്കും അത് കുറവാ. ഞാനൊരു സിമ്പിൾ ഒരു കാര്യം ചോദിച്ചോട്ടെ, ദൈവാശ്രയ ബോധമുള്ള ഒരു കൊച്ച് അപ്പനെ അമ്മേനെ ഉപേക്ഷിക്കോ? ഇല്ല. ദൈവാശ്രയ ബോധമുള്ള ഒരു കൊച്ച് ജീവിതത്തിൽ സൂയിസൈഡ് ചെയ്യോ? ഇല്ല. ഇന്ന് ഏറ്റവും കൂടുതൽ സൂയിസൈഡ് കേസുകൾ ഏത് സമുദായത്തിൽപ്പെട്ടവർക്കാണെന്നറിയോ? ക്രിസ്ത്യൻസിന് കേട്ടോ. അഭിമാനിക്കണം കേട്ടോ, നമ്മൾ അഭിമാനിക്കണം. 1ാം സ്ഥാനം എല്ലാ കാര്യത്തിലും. ഏറ്റവും കൂടുതൽ തണ്ണി അടിക്കുന്ന ആരാന്നറിയോ? അഭിമാനിക്കണം കേട്ടോ. ഏറ്റവും കൂടുതൽ തടവ് പുള്ളികളുള്ളത് ആർക്കെന്നറിയോ? പോലീസുകാരോട് ചോദിച്ചാൽ മതി അല്ലേ? ഏറ്റവും കൂടുതൽ തടവ് പുള്ളികൾ ആർക്കെന്നറിയോ? നമുക്കാണ്. അഭിമാനിക്കണം കേട്ടോ. ഈ കാര്യത്തിലൊക്കെ അഭിമാനിക്കേണ്ടവരാണ് നമ്മള് കേട്ടോ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, ഏറ്റവും കൂടുതൽ അഗതി മന്ദിരങ്ങളുള്ളത് ആർക്കാ? നമുക്കാ. എന്തു പറ്റി? നമ്മുടെ ദൈവം നമ്മളോട് പറയുന്നു, ഈശോനാഥൻ നമ്മളോട് പറയുന്നു, ക്ഷമിക്ക്, സ്നേഹിക്ക്, വിട്ടുകൊടുക്ക്, എളിമപ്പെട്, സ്നേഹിക്ക്, താഴ്മയോടെ ജീവിക്ക് എന്നൊക്കെ പറയണു. നമുക്ക് പറ്റുമോ? നമ്മുടെ മക്കളെങ്കിലും അങ്ങനെ ചെയ്യോ? വല്ലാത്തൊരു കലുഷിതമായ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കണമെന്ന് ഓർത്താൽ മതി. പല കുടുംബങ്ങളിൽ ചെല്ലുമ്പോ സങ്കടങ്ങൾ കേൾക്കുമ്പോണ്ടല്ലോ, എന്റെ പൊന്നോ, നമ്മളെന്നെ ചിന്തിച്ചു പോകും, ദൈവമേ എന്താ ഇങ്ങനെ? എത്ര കേസുകൾ ഇങ്ങനെ വന്നെന്നറിയോ? ചില കുടുംബങ്ങളൊക്കെ സ്വർഗങ്ങളുണ്ട്, ഇല്ല എന്നല്ല അച്ഛൻ പറയുന്നേ. നിങ്ങളെല്ലാം സ്വർഗങ്ങളാണ് കേട്ടോ. പക്ഷേ ഇന്ന് അച്ഛന് ഈ കേരളത്തിലുടനീളം, കേരളത്തിൽ മാത്രമല്ല വിദേശത്തും പോയി ധ്യാനിപ്പിച്ച് കഴിയുമ്പോൾ അച്ഛന് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. എല്ലാ മനുഷ്യരും ഇങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടിലാണ് കടന്നു പോണേ. സന്തോഷമില്ല, സമാധാനമില്ല, ഇങ്ങനൊരു ജീവിതം വേണ്ട, മടുത്തു, തീർന്നു, ഈ ജീവിത പങ്കാളി പോരാ, ഈ ഭാര്യ പോരാ, ഈ ഭർത്താവ് പോരാ. ഈ മക്കളോട് തന്നെ ചോദിച്ചോട്ടെ, മക്കളൊരു ക്വസ്റ്റ്യൻ, ഇപ്പൊ ഉത്തരം പറയാം. ചോദ്യം ഇത്രയാണ്, നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളോട് പറയാറില്ലേ അപ്പുറത്തെ വീട്ടിലെ കൊച്ചങ്ങളെ കണ്ടുപിടിക്കാൻ? അത്രയും കണ്ട. അപ്പൊ നിങ്ങളുടെ മക്കളിൽ സന്തോഷമുണ്ടോ? ഇല്ല. വൈ? എന്തു പറ്റി? ചിന്തിച്ചു നോക്ക്. എന്റെ കുടുംബത്തിന് എന്തു പറ്റി? ഒറ്റ റീസണുള്ളതിന്, ദൈവാശ്രയ ബോധം നമ്മളിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുക. ദൈവത്തെ മക്കൾക്ക് കൊടുക്കാൻ നമ്മൾ മറന്നുകൊണ്ടിരിക്കുക. ദൈവത്തെ മക്കളോട് ചേർത്തിരുത്തി വളർത്താൻ, ദൈവത്തിനോടൊപ്പം മക്കളെ വളർത്താൻ, ദൈവത്തിൽ ആശ്രയിച്ച് വളർത്താൻ നമ്മൾ മറന്നുകൊണ്ടിരിക്കുക. അതുതന്നെ ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ ജീവിതത്തില്. സ്വസ്ഥതയില്ല, സമാധാനമില്ല, ഓടിയടക്കാൻ മനുഷ്യര്. രക്ഷ എവിടെ നിന്ന് കിട്ടും? ഞാൻ എങ്ങനെ രക്ഷിക്കും? ഞാൻ എങ്ങനെ രക്ഷപ്പെടും? എന്റെ മക്കൾ എങ്ങനെ രക്ഷപ്പെടും? എന്റെ കൊച്ചിന്റെ കല്യാണം എങ്ങനെ നടക്കും? എനിക്കൊരു ജോലി എവിടെ നിന്ന് കിട്ടും? ഓടിയടക്കാൻ മനുഷ്യര്. പക്ഷെ ഞാൻ പറയാ, നിന്റെ ഉള്ളിൽ ഒരു തമ്പുരാനുണ്ട്. 1 യോഹന്നാൻ 4:4 നിങ്ങൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. നിന്റെ ഉള്ളിൽ ഒരു തമ്പുരാനുണ്ട്. ആ ദൈവത്തെ കണ്ടെത്താൻ പറ്റിയ, ജീവിതത്തിലെ ദൈവത്തെ ചേർത്ത് പിടിക്കാൻ പറ്റിയ നിങ്ങളുടെ ജീവിതം സന്തോഷമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ആദ്യമേ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ദൈവാശ്രയ ബോധം വളരട്ടെ. ദൈവത്തെ ആശ്രയിക്കാൻ നമ്മൾ പഠിക്കണം എല്ലാ കാര്യത്തിലും. പലരും എന്നോട് ചോദിക്കാറുണ്ട്, അച്ഛൻ എങ്ങനെ ഇത്രയും ഹാപ്പി ആയിട്ട് ജീവിക്കണേ? എന്താ ഇത്രയും സന്തോഷം? ഞാൻ പറയും, എൻ്റെ കൂടെ ദൈവമുണ്ട്. എന്നെ കാണാൻ വലിയ കുഴപ്പമുണ്ടോ? നിങ്ങൾ ഉത്തരം പറ. സുന്ദരനാണോ? അത്രയും കേട്ടാ മതി എനിക്ക് കേട്ടോ. ഞാൻ വലിയ കുഴപ്പമൊന്നുമില്ല കാണാൻ. ഇച്ചിരി മുടിയില്ലെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷെ അതൊരു പ്രശ്നമാണ് കേട്ടോ. എൻ്റെ കാണാൻ മാത്രം വലിയ കുഴപ്പമില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം പാച്ച് വർക്കുകളാ. തലയിൽ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട്, ഒരു 16 സ്റ്റിച്ചിട്ടുണ്ട്, ഒരു വെട്ടിങ്ങനെ കാണാൻ പറ്റും. നിങ്ങൾ കണ്ടില്ലെങ്കിൽ വന്നാൽ മതി, കാണിച്ചു തരാം കേട്ടോ.
ഒരു 16 സ്റ്റിച്ചിട്ടുണ്ട്. ഈ മുഖത്തിന് മാത്രം വലിയ കുഴപ്പം കർത്താവ് തന്നില്ല. അത് കഴിഞ്ഞ് ഈ 2 കൈയുടെയും ഓപ്പറേഷൻ കഴിഞ്ഞ ഒരാളാ. എന്റെ കൊച്ചിത് പിടിച്ചേ, ഒരു കാര്യം കാണിച്ചിരുന്നേ, കണ്ട ഇങ്ങനെ പോകുന്നേ, ഇതുപോലെ തിരിച്ചു വരും. ഒന്നുകൂടി കാണിക്കണോ? കാണിക്കരുത്. ഒന്നുകൂടി കാണിക്കണോ? സന്തോഷം. ചില സ്ഥലത്ത് മൃഗശാലയിലെ കുരങ്ങനെ പോലെ 2 പ്രാവശ്യം കാണിക്കാൻ പറയും. അപ്പൊ അതുകൊണ്ട് പറയാ, ഈ കൈ 2 പാച്ച് വർക്ക് കഴിഞ്ഞതാ, എന്നുവെച്ചാ ഓപ്പറേഷൻ കഴിഞ്ഞതാ. വയറ്റത്തൊരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട്, ഒരു 12 സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. ആരും വരണ്ട, കാണിച്ചിട്ടില്ല. 2 മുട്ടും സർജറി കഴിഞ്ഞ ആളാ, 2 ലിഗമെന്റ് സർജറി കഴിഞ്ഞ ആളാ, മുട്ടിനും 2 കണ്ണങ്കാലിനും സർജറി കഴിഞ്ഞ ആളാ. ഇത്രയും സർജറി എന്റെ ശരീരത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ കണ്ട പറയോ, ഒരിക്കലും ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോ ഒരു വെല്ലുമിച്ചനോട് പറയാ, ആകെ ഒരു പ്രതീക്ഷയോട് കൂടി ധ്യാനത്തിന് വന്നേ, അപ്പോ പ്രസംഗിക്കാൻ വന്നേക്കണ അച്ഛൻ ഞങ്ങളെക്കാളും തീരാരോഗ്യമാണല്ലോ എന്ന്. അപ്പൊ ഞാൻ എന്താ പറഞ്ഞറിയോ, നമ്മുടെ ജീവിതത്തിൽ ഇഷ്ടം പോലെ പ്രശ്നങ്ങൾ ചുറ്റിനൊക്കെ ഉണ്ട്. പക്ഷെ ചിരിക്കാൻ നീ പഠിക്കണം നിന്റെ ജീവിതത്തില്. അതാണ് നിന്റെ കൂടെ. നിനക്ക് ചിരിക്കണമെന്നുണ്ടെങ്കിൽ ആര് വേണം കൂടെ? ദൈവം വേണം. നിന്റെ മക്കളെ ഓർത്ത് ചിരിക്കണമെന്നുണ്ടെങ്കിൽ ദൈവം വേണം കൂടെ. അവനില്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അച്ഛൻ ആദ്യമേ തന്നെ പറഞ്ഞേ, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമില്ല. ഇന്ന് ഏറ്റവും കൂടുതൽ മനുഷ്യർ ചിരിക്കാൻ മറന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞേ, ജീവിതത്തിൽ എപ്പോഴും ചിരിക്കുക. നിങ്ങളെ ഓർത്ത് നിങ്ങൾ ചിരിക്കുക, സന്തോഷം കണ്ടെത്തുക. കുറ്റം പറയാൻ ഇഷ്ടം പോലെ പേര് നമ്മുടെ ചുറ്റിനുണ്ട് കേട്ടാ, പേടിക്കണ്ട, ധൈര്യപൂർവ്വം ഇരുന്നോ. കുറ്റം പറയാൻ ഇഷ്ടം പോലെ. നിങ്ങൾ എത്ര നന്മ ചെയ്താലും മനുഷ്യരാരാ നിങ്ങളുടെ പറയുള്ളൂ? എന്താ പറയുള്ളൂ? കുറ്റം പറയുള്ളൂ. 1000 നന്മ ചെയ്താലും ഒരു കുറ്റം ചെയ്താൽ മനുഷ്യർ അതാ പറയുള്ളൂ. അതോർത്ത് നിങ്ങൾ പേടിക്കണ്ട. കുറ്റം പറയാൻ ഇഷ്ടം പോലെ പേര് ദൈവം നിങ്ങൾക്കായിട്ട് ചുറ്റിനും തന്നിട്ടുണ്ട്. നിങ്ങള് എന്ത് കണ്ടെത്തിയാൽ മതി? നിങ്ങളുടെ ചിരിക്കാനുള്ള കാരണങ്ങൾ കണ്ടെത്തിയാൽ മതി. ഞാൻ എപ്പോഴും പറയും, ചിരിക്കുക. ജീവിതത്തിൽ എത്ര പ്രശ്നം ഉണ്ടെങ്കിൽ ചിരിക്കുക. ഇനി നിങ്ങൾ ചിന്തിച്ചോക്കെ, എന്റെ അപ്പൻ ക്യാൻസർ പേഷ്യന്റാ, എന്റെ അമ്മ ക്യാൻസർ രോഗിയാ, ഇവരൊക്കെ അസുഖങ്ങളുള്ളവരാ. പക്ഷെ എന്നെ കണ്ട ഒരിക്കലും പറയില്ലത്. അതിന് കാരണം എന്ന് അറിയോ? എനിക്ക് അവരെ കുറിച്ച് ടെൻഷൻ ഇല്ല, ആരെ കുറിച്ചും ടെൻഷൻ ഇല്ല. എന്റെ കൂടെ ഒരു ദൈവമുണ്ട്. ഞാൻ എപ്പോഴും പറയും, ആ ദൈവാശ്രയ ബോധം ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിലുണ്ടെങ്കിൽ, എന്തിനും പോകുന്നൊരു ദൈവം എന്റെ കൂടെ ഉണ്ട് എന്ന് ചിന്തിക്കാൻ എനിക്ക് പറ്റിയാല് എനിക്ക് ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ആ ജോർജേട്ടൻ പറഞ്ഞ പോലെ എന്റെ കുടുംബം സ്വർഗമായിരിക്കും. പക്ഷെ നമ്മുടെ കുടുംബങ്ങൾ പലതും ഇന്ന് സ്വർഗങ്ങളാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അവസ്ഥ. നമ്മുടെ മക്കള് വഴിവിട്ട ബന്ധങ്ങളിലേക്ക് പോകുന്നു. ഞാൻ എപ്പോഴും വീഡിയോയിൽ പറഞ്ഞ എന്റെ ടോക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളൊരു ടോക്ക് ഉണ്ട്. ഒരിക്കലും ഒരു പെൺകുട്ടി എന്നെ വിളിച്ചു ഒരു 9:30 മണിക്ക്. എന്റെ പൊന്നടവേ, വിളിക്ക് എന്നോട് പറയാ, ഞാൻ മരിക്കാൻ പോവാ. ഞാൻ പറഞ്ഞു, എന്റെ കൊച്ചെ, നീ ഇപ്പൊ എങ്ങനെ മരിക്കില്ല, പിന്നീട് എപ്പോഴെങ്കിലും മരിച്ചോ? അവള് അറിയില്ലച്ചോ, ഞാൻ മരിക്കാൻ പോവാ. ഞാൻ അറിയാണ്ട് ധ്യാനം കഴിഞ്ഞ് തിരിച്ചു പോണ സമയത്ത് ആ കോൾ എടുത്ത വഴിക്ക് അവള് പറയാൻ മരിക്കാൻ പോവാ. ഞാൻ പറഞ്ഞു, എന്റെ കൊച്ചെ ഇപ്പൊ മരിക്കണ്ട, പിന്നെ എപ്പോഴെങ്കിലും മരിച്ചോ? ഞാൻ ചോദിച്ചു, എന്തിനാ നിന്റെ പ്രശ്നം? അവൻ എന്നെ പറ്റിച്ചു. അവനെന്നെ പറ്റിച്ചു. ഞാൻ ചോദിച്ചു, ആര്? 8 വർഷത്തെ പ്രണയമായിരുന്നു വെച്ചാ അവനെന്നെ പറ്റിച്ചു. ഞാൻ പറഞ്ഞു, പോട്ടടി മോളെ, ദൈവം ഉണ്ടടി, ദൈവം കാത്തോളൂടി, ദൈവം നിന്നെ സ്നേഹിക്കണ്ടടി, ദൈവം തരൂടി, എല്ലാം നിനക്ക് വേണ്ടടി, വേണമെങ്കിൽ പോട്ടടി, അവൻ പോണത് പോട്ടെ. അവള് പറയും, ഇല്ലച്ചോ, ദൈവം ഇല്ലച്ചോ, ദൈവം ഉണ്ടെങ്കിൽ എന്നോട് ഇങ്ങനെ ചെയ്യച്ചോ, ഞാൻ ഇത്രയും സങ്കടപ്പെടാൻ ദൈവം സമ്മതിക്കച്ചോ? ഞാൻ അവള് പറഞ്ഞു, പോട്ടടി മോളെ, ദൈവം ഉണ്ടടി, ദൈവം നിന്നെ കാത്തോളൂടി, ദൈവം നിന്നെ സ്നേഹിക്കണ്ടടി. അവള് പറഞ്ഞു, ഇല്ലച്ചോ, എനിക്ക് ഉറങ്ങാൻ പറ്റില്ലച്ചോ, ജീവിക്കണ്ടച്ചോ, എനിക്ക് മരിച്ചാൽ മതിയച്ചോ, മുന്നോട്ട് പോകാൻ പറ്റില്ലച്ചോ. ഞാൻ പറഞ്ഞു, പോട്ടടി മോളെ, ദൈവം ഉണ്ടടി, ദൈവം കാത്തോളൂടി, ദൈവം നിന്നെ സ്നേഹിക്കണ്ടടി. അവള് പറഞ്ഞു, ഇല്ലച്ചോ, ദൈവം ഉണ്ടെങ്കിൽ ഞാൻ ഇത്രയും നരകിക്കച്ചോ, എനിക്ക് അവനെ തന്നാ പോരെച്ചോ, എന്തിനാച്ചോ ദൈവം എന്നിൽ നിന്ന് അവനെ എടുത്ത് മാറ്റിയ? ഞാൻ പറഞ്ഞു, പോട്ടടി മോളെ, ദൈവം ഉണ്ടടി, ദൈവം കാത്തോളടി, ദൈവം നിന്നെ സ്നേഹിക്കണ്ടടി. അവള് പറഞ്ഞു, ഇല്ലച്ചോ, ദൈവം എന്നോട് ഇങ്ങനെ ചെയ്ത് എന്തിനാച്ചോ, ഞാൻ ഇത്രയും സങ്കടപ്പെടാൻ ദൈവം സമ്മതിക്കച്ചോ, ദൈവം സ്നേഹം ഉണ്ടെങ്കിൽ ഞാൻ ഇത്രയും സങ്കടപ്പെടച്ചോ? ഞാൻ പറഞ്ഞു, പോട്ടടി മോളെ, ദൈവം ഉണ്ടടി, ദൈവം നിന്നെ കാത്തോളടി, ദൈവം നിന്നെ സ്നേഹിക്കണ്ടടി, ദൈവം തരൂടി നല്ലൊരു വ്യക്തിയെ. അവള് പറഞ്ഞു, ഇല്ലച്ചോ, എനിക്ക് ഉറങ്ങാൻ പറ്റില്ലച്ചോ, ചോറുണ്ണാൻ പറ്റില്ലച്ചോ, കിടന്നിട്ട് ഉറക്കം പറ്റില്ലച്ചോ, എനിക്ക് ജോലി ചെയ്യാൻ പറ്റില്ലച്ചോ, മുന്നോട്ട് പോകാൻ പറ്റില്ലച്ചോ, എനിക്ക് സൂയിസൈഡ് ചെയ്യാൻ തോന്നച്ചോ? ഞാൻ പറഞ്ഞു, പോട്ടടി മോളെ, ദൈവം ഉണ്ടടി, ദൈവം നിന്നെ സ്നേഹിക്കണ്ടടി. ഇതിനോട് 11:30 മണി വരെ ഈ സാധനം ഞാൻ പറഞ്ഞോണ്ടിരിക്കണേ, ദൈവം ഉണ്ടടി എന്ന്. 11:30 മണിക്ക് എന്റെ പള്ളി ചെന്ന് ഫോൺ വെക്കണ മുറിയിലേക്ക് കയറണ സമയത്ത് ഞാൻ പറയാ, മോളെ ഫോൺ വെക്കി. അപ്പോഴും പറയാ, എനിക്ക് പറ്റണില്ലച്ചാ. അപ്പോഴും പറഞ്ഞു, ദൈവം ഉണ്ടടി, ദൈവം നിന്നെ കാത്തോളൂടി. ഇത്രയും പറഞ്ഞോട്ട് നീ ഫോൺ വെക്കി.
എനിക്ക് പിറ്റേ ദിവസം കുർബാനയുണ്ട്. ഫോൺ വെച്ചു. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴേക്കും ഇവിടെ ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്യാൻ തൂങ്ങി. അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം. ഇത്രയും 2 മണിക്കൂർ ഞാൻ ദൈവസ്നേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടും ആ കൊച്ചിന്റെ മനസ്സിലത് കയറിയില്ല. ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയാ. നിങ്ങൾ ചിന്തിക്കണം, 2 മണിക്കൂർ ഞാൻ എന്നോട് പറഞ്ഞു ദൈവം ഉണ്ടടി, ദൈവം ഉണ്ടടി, ദൈവം തരൂടി, നിനക്ക് കയറണില്ല. അവള് പറഞ്ഞു വെക്കുന്നൊരു കാര്യമുണ്ട്, അച്ഛൻ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല. എന്തിനാ ദൈവം എനിക്ക് തരാത്ത വ്യക്തിനെ, എന്തിനാ ദൈവം ഈ വ്യക്തിനെ തന്നില്ലെങ്കിൽ എനിക്ക് എന്തിനാ ദൈവം, ഞാൻ ചോദിക്കുന്ന കാര്യം തന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ ദൈവം? നമ്മുടെ പിള്ളേരുടെ ആറ്റിറ്റ്യൂഡുകളൊക്കെ ഇങ്ങനെയാ. ഈ പെൺകുട്ടി ഒരു ഫാനില് ഈ കുരുക്കിട്ട് തൂങ്ങിയ വഴി അമ്മ കണ്ടു. അമ്മ വന്നിട്ട് ഓടി വന്ന് ഈ കൊച്ചിന്റെ കാൽക്കൽ പിടിച്ചു. അമ്മയ്ക്ക് തന്നെ ഊരിയെടുക്കാൻ പറ്റാത്തോണ്ട് അമ്മ നാട്ടുകാരൊക്കെ വിളിച്ചു. നാട്ടുകാരെ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ പോലീസ് കേസായി. നിങ്ങൾക്കറിയാലോ, നല്ലൊരു പോലീസുകാരനായിരുന്നു കേട്ടോ, ഞാൻ സത്യം പറയാലോ. പോലീസ് വന്നിട്ട് ആദ്യം പോലീസ് വന്ന് കേസെടുത്തു. ആദ്യം പരിശോധിക്കുന്നത് എന്തായിരിക്കും? ഈ പെൺകുട്ടിയുടെ ഫോൺ. ഈ പെൺകുട്ടീനെ ഏറ്റവും അവസാനം വിളിച്ചതാരാ? ഞാൻ. എന്റെ സാറേ, എനിക്കൊരു കോള് വന്നു. ആരടാ നീ? അപ്പൊ ഞാൻ പറഞ്ഞു ജിനുവച്ചൻ. ഏത് കിനുവച്ചൻ? ഞാൻ പറഞ്ഞു ധ്യാനിപ്പിക്കാനും മോട്ടിവേഷനൊക്കെ കൊടുക്കാൻ പോണ ജിനുവച്ചൻ. അച്ഛനൊന്നിട്ട് ഈ രാത്രി പെൺകുട്ടിയായിട്ട് സല്ലാപം. ഞാൻ പറഞ്ഞു എന്റെ പൊന്നു സാറേ, അത് മരിക്കണമെന്ന് പറഞ്ഞ് വിളിച്ചതാ, എനിക്കറിയാൻ പാടില്ല അതിനെ, ആകെ ഫോണിന്റെ പരിചയം മാത്രമേ ഉള്ളൂ. അച്ഛാ, ഞങ്ങൾ കോൾ റെക്കോർഡ് ഒന്ന് പരിശോധിക്കട്ടെ, എന്നിട്ട് അച്ഛനെ തിരിച്ചു വിളിക്കാം. നല്ലൊരു മനുഷ്യനാട്ടാ, സത്യം. ആ മനുഷ്യനോട് എനിക്ക് ഇന്ന് ബഹുമാനമുള്ളൂ. ആരാന്ന് പോലും എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ ഫോണിൽ കൂടെ ഓർക്കണ പോലും ഇല്ല. അത് കഴിഞ്ഞിട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആ മനുഷ്യനെ തിരിച്ചു വിളിച്ചു, ഒത്തിരി സ്നേഹത്തോടെ. അച്ഛാ സോറി, ഞങ്ങൾ എന്തെങ്കിലും നേരത്തെ എന്തെങ്കിലും വാക്കുകള് കടുത്തായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോറി അച്ഛാ. പക്ഷെ അച്ഛാ, അച്ഛൻ സൂക്ഷിക്കണം. എന്നോട് ആ മനുഷ്യൻ പറഞ്ഞിട്ട് പോയത് എങ്ങനെയാ? അച്ഛൻ സൂക്ഷിക്കണം. ഇന്നത്തെ കാലഘട്ടം എങ്ങനെയാ? നമ്മുടെ മക്കളൊന്നും സെക്യൂർ അല്ല, നമ്മുടെ കുടുംബം സെക്യൂർ അല്ല, നമ്മുടെ മക്കള് ജീവിതം എന്താ? എത്ര ഡിവോഴ്സ് കേസുകളാ, എത്ര പ്രശ്നങ്ങളാ നമ്മുടെ മക്കൾക്ക്. കഴിഞ്ഞ ദിവസം ഒരു കൊച്ചിനെ കൊണ്ടുവന്നു. എന്താ പറയാന്ന് പോലെ അറിയാൻ പാടില്ല. ഏതോ പൈശാചിക ബന്ധനത്തിൽ പോലെയാണ് ആ കൊച്ചു സംസാരിക്കാൻ എൻ്റെ അടുത്ത്. നമ്മുടെയൊക്കെ കുടുംബം ഇതുപോലെ ആയിക്കൊണ്ടിരിക്കുക. സ്വർഗതുല്യമാകേണ്ട നമ്മുടെ കുടുംബങ്ങൾ, ഈ ലോകത്ത് തന്നെ സ്വർഗതുല്യമാകേണ്ട നമ്മുടെ കുടുംബങ്ങളില് സന്തോഷമില്ല, സമാധാനമില്ല, നിരാശ മാത്രമേ ഉള്ളൂ. ഞാൻ ഒരിക്കലും ഇങ്ങനെ ചോദ്യം ചോദിച്ചു, എനിക്കിവിടെ സന്തോഷമായി, അടുത്ത ജീവിതത്തിലും ഈ ജീവിത പങ്കാളി തന്നെ മതി എന്ന് പറയണ കുറച്ച കണക്കിൽ ഇവിടെ ഉണ്ടല്ലോ. നിങ്ങൾ സമ്മതിക്കണം കേട്ടോ, ഇതന്നെ മതിയോ? ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് പിന്നെ കൈ വെക്കണ്ടച്ചോ, അല്ലാണ്ട് ജീവിക്കാൻ പറ്റുമോ? ചിലതൊക്കെ പൊക്കിയത് അങ്ങനെയാ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. നമുക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് ജീവിക്കാൻ. ഐ എം നോട്ട് ഹാപ്പി. നമ്മുടെ ജീവിതം അങ്ങനെയാ. അതിനൊറ്റ കാര്യമുള്ളതായി, നിങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ചു നോക്കിയേ. ദൈവം കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ക്ഷമിക്കാൻ പറ്റും, ദൈവം കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റും, ദൈവം കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എളിമയോടെ പെരുമാറാൻ പറ്റും. പക്ഷെ നമുക്കിതൊക്കെ ഉണ്ടാ കേട്ടോ, ഉണ്ടാന്നല്ല, ഉണ്ടാ. ചിന്തിച്ചു നോക്ക്. ഒന്ന് എളിമയോടെ പെരുമാറാൻ നമുക്ക് പറ്റുമോ? എന്റെ പൊന്നേട്ടാ, ക്ഷമിക്കാൻ പറ്റുമോ? നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ മനസ്സിൽ ചോദിച്ചാൽ മതി. നിങ്ങൾ ഇവിടെ പറ്റുമെന്ന് പറഞ്ഞാൽ അച്ഛൻ വിശ്വസിക്കില്ല. അത് അച്ഛൻ എത്രയും കൗൺസിലിംഗ് കേസ് അറ്റൻഡ് ചെയ്യുന്നതാ. ക്ഷമിക്കാൻ പറ്റില്ലേ നമുക്ക്? വെറുപ്പല്ലേ പലപ്പോഴും മനസ്സിൽ. ദൈവം പറയാ ക്ഷമിക്ക്. ആ കുരിശി കിടന്നിട്ട് ഈശോ തമ്പുരാൻ ഏറ്റവും അവസാനം പറഞ്ഞു വെച്ച വാക്കുകൾ ഇങ്ങനെയാ: കർത്താവ്, ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയാൻ പാടില്ല, ഇവരോട് ക്ഷമിക്കണേ. പക്ഷെ തമ്പുരാന്റെ പിന്നാലെ നടക്കണേ നമ്മൾ പറയാ, കർത്താവേ ക്ഷമിക്കാൻ പറ്റില്ല. സ്വത്ത് ഭാഗം വെച്ചപ്പോ എനിക്ക് അർഹമായിട്ടുള്ള സ്വത്ത് തന്നിട്ടില്ല, അപ്പനോട് ക്ഷമിക്കാൻ പറ്റില്ല, കൂടപ്പുറപ്പുകളോട് ക്ഷമിക്കാൻ പറ്റില്ല, ജീവിത പങ്കാളിയോട്. അച്ഛൻ നിങ്ങളെ കുറ്റം പറയുന്നല്ല കേട്ടാ, ഇന്നത്തെ ക്രിസ്ത്യാനിയുടെ അവസ്ഥയാ. അതുകൊണ്ടാണ് അച്ഛൻ നിങ്ങളോട് ഇത് സംസാരിക്കണം. ഒരു ബേസ് ലെവലിൽ നിന്നിട്ട് അച്ഛൻ നിങ്ങളോട് പറയണേ എന്താ കാര്യം എന്നറിയോ? നമ്മുടെ മക്കള്, കൊച്ചുകുട്ടികൾ പോലും ഇന്ന് ദൈവാശ്രയ ബോധത്തിലല്ല വളരണേ. നമ്മുടെ മക്കള് ഇപ്പൊ പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ പരിചയിച്ചിട്ടുള്ള പാട്ടുണ്ട്: ദുഃഖത്തിന്റെ പാനപാത്രം സന്തോഷത്തോ
ഹല്ലേലൂയ. നിനക്കറിയോ? കേട്ടണ്ടോ? കേട്ടിട്ടൂല്ലേ? അറിയത്തൂല്ലേ? നിനക്കറിയോ? അറിയാം, കേട്ടിട്ടുണ്ട്. പാടില്ലേ? ചറക്ക് കുറച്ച്. നീ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. കൊച്ചു കേട്ടിട്ടുണ്ടോ? ഇല്ല. മോള് കേട്ടിട്ടുണ്ടോ? ഇല്ല. മോള് കേട്ടിട്ടുണ്ടോ? ഇല്ല. മോള് കേട്ടിട്ടുണ്ടോ? ഇല്ല. മോള് കേട്ടിട്ടുണ്ടോ? ഇല്ല. ഓ, കേക്കാത്ത വീട്ട് പാട്ടാ കേട്ടാ. നമ്മുടെ അവസ്ഥ നമുക്ക് പറഞ്ഞുതരട്ടാ. പറഞ്ഞ് കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം കണ്ണുനീർ മതി. കൊച്ചു കേട്ടുണ്ടോ? ഇല്ല. കൊച്ചു കേട്ടുണ്ടോ? ഇല്ല. കൊച്ചു കേട്ടിട്ടുണ്ടോ? ഇല്ല. കൊച്ചു കേട്ടിട്ടുണ്ടോ? ഇല്ല. മോള് കേട്ടിട്ടുണ്ടോ? അറിയോ പാടാൻ? ഇല്ല. താങ്ക് യു. ഓക്കെ. കൊച്ചു കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അറിയോ? ചെറുതായിട്ട്. ഓക്കെ, താങ്ക് യു. മോൻ കേട്ടിട്ടുണ്ടോ? അറിയാമല്ല കുറച്ചൊക്കെ പാടാൻ. ഓ, ഭാഗ്യം. ഇത് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. അല്ല, കേട്ടിട്ട് പോലില്ല. മോനറിയാല? കുറച്ചെങ്കിലും അറിയാം. ഇനി വേറെ ആശ്വാസത്തിൻ നിന്നെ മതി. കേട്ടിട്ടുണ്ടോ? ഇല്ല. താങ്ക് യു. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഭാഗ്യം. കേട്ടിട്ടുണ്ടോ? ഇല്ല. കേട്ടിട്ടുണ്ടോ? ഇല്ല. കേട്ടിട്ടുണ്ടോ? ഇല്ല. താങ്ക് യു. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ടോ? ഇല്ല. കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ടോ? എവിടെന്നാ വന്നാടാ നീ? കൊച്ചു കേട്ടിട്ടുണ്ടോ? കുറച്ച് കേട്ടിട്ടില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. നമ്മുടെ പിള്ളേർക്ക് പലർക്കും ഇത് അറിയാൻ പാടില്ല. കുറച്ചു പേർക്കെങ്കിലും അറിയാട്ടെ. നല്ല അഭിനന്ദിക്കുന്ന ആ കാര്യത്തില്. അച്ഛൻ കാർഡടിച്ച് വെടിവെക്കുന്നില്ല. കുറച്ചു പേർക്കെങ്കിലും അറിയാം. പക്ഷെ കുറച്ചു പേർക്ക് അറിയാൻ പാടില്ല. നമ്മുടെയൊക്കെ പൂർവികര് നമ്മളെ പഠിപ്പിച്ചൊരു പാട്ട് കൈമാറ്റം ചെയ്യാൻ നമ്മളൊക്കെ മറന്നുകൊണ്ടിരിക്കുക. ഞാൻ വേറെ പറയാം. റോസാപ്പൂ മാല തരാം, റോസാപ്പൂ വീടു തരാം, റോസാപ്പൂ ചന്തമുള്ള പെണ്ണാണു നീ, 100 100 പൂക്കൾ നിന്നു പുഞ്ചിരി. കൊച്ചു കേട്ടിട്ടുണ്ട് ഇത്? റോസാപ്പൂ മാല തരാം. കൊച്ചു കേട്ടുണ്ടോ? ഇത്രയും കേൾക്കാത്ത സാധനം ഇത് കേട്ടോ? കൊച്ചു കേട്ടിട്ടുണ്ടോ? അത് കേട്ടിട്ടില്ല. കൊച്ചു കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടല്ലേ? ഓക്കെ. കൊച്ചു കേട്ടിട്ടുണ്ടോ? അത് കേട്ടിട്ടുണ്ട്. ഓക്കെ. നീ കേട്ടിട്ടില്ലേ? ഓ, ഭാഗ്യം. നീ കേട്ടിട്ടുണ്ടോ? എടാ, ഇത് നീ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. ഭാഗ്യം. നീ ലോകത്തല്ല ജീവിക്കണേ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഒന്നും കേൾക്കാത്ത ഈ പിഞ്ചു മനസ്സിൽ കള്ളമില്ല കേട്ടോ. ഈ പിഞ്ചു മനസ്സിൽ കള്ളമില്ല. അതാണ് ഈ കൊച്ചിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. എന്റെ മോള് വരോ? വാ. നല്ല സുന്ദരിക്കുട്ടിയാ. നല്ല സുന്ദരിക്കുട്ടി കേട്ടോ. വാ. കൊച്ച് ആകെ കേട്ടിട്ടുള്ളത് റോസാപ്പ് മാല തരാ, റോസാപ്പ് വീട് തരാന്നുള്ള പാട്ടാ. മറ്റേ പാട്ട് കൂടി ചോദിച്ചോട്ടെ. മറ്റേ കാവാലയ്യ, അത് കേട്ടിട്ടുണ്ടോ? കണ്ട, അതും കേട്ടിട്ടുണ്ട്. നമ്മുടെ കൊച്ചങ്ങൾ ഇതൊക്കെ കേട്ടിട്ടുണ്ട്. ഞാൻ ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാ. ഇത് കൊച്ചിന്റെ കുഴപ്പമോ ആ വീട്ടുകാരുടെ കുഴപ്പമില്ല. നമ്മൾ മറന്നുപോയി തുടങ്ങി നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ. ആ വീട്ടുകാരെ ഞാൻ വഴക്ക് പറയത്തില്ല ഒരിക്കലും. പക്ഷെ ഞാൻ പറയും, നമ്മുടെ മക്കളെ ഇരുത്തി ഇതൊക്കെ പഠിപ്പിക്കണം. അവര് ജീവിതത്തിൽ തോറ്റുപോകുമ്പോ അവരുടെ ജീവിതത്തിൽ കാവലായിട്ട് ഈ പാട്ടുകളും അതിൽ പറയുന്ന വാക്കുകളും കടന്നു വരും. ഞാൻ ഇന്നും ഓർക്ക, എന്റെ ജീവിതത്തിൽ ഒരു സങ്കീർണമായിട്ടൊരു സങ്കടപൂർണമായ ഒരു അവസ്ഥയില് ഞാൻ ഇന്നും ഓർത്തൊരു പാട്ടുണ്ട്. അതാണ് ഈ കണ്ണുനീർ താഴ്വരയില്. എന്റെ അപ്പൻ എപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടാ. ഞാനിത് പുസ്തകം നോക്കി പഠിച്ചല്ല, എന്റെ അപ്പൻ എന്നെ പഠിപ്പിച്ചതാ. അപ്പൻ എന്നെ പഠിപ്പിച്ച പാട്ടുകൾ ഈ മൂന്നും. അതാ ഞാൻ നിങ്ങളോട് ചോദിച്ചേ. ഞാൻ എവിടെ പോയി പ്രസംഗിച്ചാലും, കാസർഗോഡാണെങ്കിലും ദുബായിലാണെങ്കിലും കുവൈറ്റിലാണെങ്കിലും ഇസ്രായേലിലാണെങ്കിലും എവിടെയാണെങ്കിലും പ്രസംഗിക്കാൻ പോയാലും ഞാൻ ഈ പാട്ട് ചോദിക്കാറുണ്ട്. എല്ലാവരും പാടും. പക്ഷെ ഇന്നത്തെ ന്യൂ ജനറേഷൻ ഈ പാട്ട് അറിയാൻ പാടില്ല. ന്യൂ ജനറേഷന് ഈ പാട്ട് അറിയാൻ പാടില്ലെന്ന്. അവർക്ക് ഈ റോസാപ്പ് മാല തരാം, റോസാപ്പ് വീട് തരാം, അതിലും വലിയ വിറ്റെന്നറിയോ? കഴിഞ്ഞ ദിവസം ധ്യാനം നടന്ന തിരുവനന്തപുരത്ത് ധ്യാനം നടന്ന പള്ളിയില് റോസാപ്പ് മാല തരാം, റോസാപ്പ് വീട് തരാന്ന് പറഞ്ഞപ്പോ ഒരു വെല്ലുമിച്ച് കൈകൂപ്പി പിടിച്ചേക്കാ. ഞാൻ ചോദിച്ചു, ചേച്ചി ഇന്നലെ കൈകൂപ്പി പിടിച്ചേ? ഇത് പുതിയ പത്തിഗാനല്ല അച്ഛാ. ഞാൻ പറഞ്ഞ പത്തിഗാനം നല്ലത്, ഇത് സിനിമ പാട്ടാ. നമുക്ക് അത്ര അറിവുള്ളൂന്ന്. നമ്മുടെ മക്കൾ എന്ത് കാണുന്നു, നമ്മുടെ മക്കൾ എന്തറിയുന്നു. കഴിഞ്ഞ ദിവസം ഒരു കൊച്ചിനെ കൊണ്ടുവന്നു, +2 പഠിക്കുന്ന കൊച്ച്, ഓജോ ബോർഡ് കളിച്ചിട്ട്. കൊച്ചു പറയാ ഉറക്കം പറ്റിയില്ലെന്ന്. +2 പഠിക്കുന്ന കൊച്ച് ഹോസ്റ്റലിൽ നിന്ന് കൊണ്ടുവന്നേക്കാ, ഓജോ ബോർഡ് കളിച്ചിട്ട് ഉറക്കം പറ്റിയില്ല കൊച്ച്. രാത്രി എഴുതുമ്പോ കണ്ണുറന്ന് നടക്കുക, പേടിക്കണ വെച്ചാന്ന്. കൊണ്ടുവന്നിരുന്നു സംസാരിച്ചു കഴിഞ്ഞപ്പോ തൊട്ടാ
ഒറ്റ കാര്യം പറയണുള്ളൂ, പറ്റണില്ല, ജീവിക്കണ്ടെന്ന്, എനിക്ക് സൂയിസൈഡ് ചെയ്താൽ മതി. എന്തിനാടി? ഞാൻ അവസാനം ചോദിച്ചും പിടിച്ചു വന്നപ്പോ തൊട്ടാ വീട്ടിലിരുന്ന് ഓൾജോബോർഡ് കളിച്ചിട്ടുണ്ട്. ഹോസ്റ്റലിൽ നിന്ന്, സോറി വീട്ടിലല്ല, ഹോസ്റ്റലിലിരുന്ന്. നമ്മുടെ കൊച്ചങ്ങൾ എന്ത് ചെയ്യുന്നു നിങ്ങൾക്കറിയോ? അവരെന്ത് ഏത് അവരുടെ കൂട്ടുകൂടണേ നിങ്ങൾക്കറിയോ? നമ്മുടെ മക്കളെ എങ്ങനെ വളരണേന്ന് നിങ്ങൾക്കറിയോ? ഈ പിള്ളേർ, നിങ്ങൾക്ക് ഓജബോർഡ് കിട്ടാന്നറിയോ? ഈ പിള്ളേർക്കറിയാം, നിങ്ങൾക്കറിയോ? ആണ്ടാ എന്തൊട്ട് എങ്ങനെയാടാ നിങ്ങളുടെ വന്നേ? നീ കണ്ടത് പറഞ്ഞാൽ മതി, കണ്ടത് പറഞ്ഞാൽ എന്റെ മോങ്ങോട് വാ. കണ്ട അവരത് കൃത്യമായിട്ട് പറഞ്ഞു തരും എങ്ങനെയാണ് അത് ചെയ്യണേ. നീ കണ്ടത് പറഞ്ഞാൽ മതി. മെഴുകുതിരി കത്തിച്ച് അതിനകത്ത് കുറെ നമ്പരും പേരും ഒക്കെ ഉണ്ട്. എന്നിട്ട് നിങ്ങൾക്കറിയോ ഇതെങ്ങനെ ചെയ്യണേന്ന്? മോന്റെ പേരെന്നാ? ആരോൺ. അവനത് ചെയ്തതല്ല, അവൻ കണ്ടിട്ടുണ്ട്. ഏതി കണ്ടിട്ടുണ്ട്? രോമാഞ്ച സിനിമയ്ക്കകത്ത്. കണ്ട ഈ രോമാഞ്ചം മറ്റേ രോമാഞ്ചല്ല, അവര് കണ്ടൊരു സിനിമയാ. ആ സിനിമയെ കുറിച്ച് വിലയിരുത്താനോ കുറ്റം പറയാനോ അച്ഛൻ നിൽക്കണേ. പക്ഷെ ഇന്നത്തെ പിള്ളേരിൽ ഇത് ഭയങ്കര സ്വാധീനമുണ്ട്. അവിടെ ഞാൻ പറഞ്ഞേ, നമ്മുടെ മക്കൾക്ക് ദൈവത്തെ കൊടുക്കണം, നമ്മുടെ കുടുംബത്തിൽ ദൈവം വേണം. പ്രാർത്ഥിക്കാത്ത ഒറ്റ ദിവസം പോലും വീട്ടിൽ പാടില്ല. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ ഈ കൊച്ചിതൊക്കെ കണ്ടിട്ടും? ഇവന്റെ മനസ്സിലതുണ്ട്. ലൈറ്റൊക്കെ ഓഫ് ചെയ്യണം, തിരി കത്തിക്കണം, കുറച്ച് നമ്പറുകളൊക്കെ നിരത്തണം, ഒരു കൊയിന് കൊണ്ട് ഇങ്ങനെ ഓടിക്കണം. നിങ്ങൾക്ക് വലുതറിയോ? തേങ്ങാപ്പൂള് പോലെ ഇരിക്കുക. നമ്മുടെ മക്കള് വളരുന്നത് ഇങ്ങനെയാ. ഞാൻ അതുകൊണ്ട് അവരുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുന്നേ. എനിക്കറിയാം അവരുടെ പൾസ്. ഞാൻ എന്തിനാ സോഷ്യൽ മീഡിയ ഇത്രയും പ്രസംഗിക്കണമെന്നറിയോ? എന്റെ മക്കൾ എന്റെ അടുത്തേക്ക് ഓടി വരും. എനിക്കറിയാം എത്ര കുട്ടികളാണെന്നറിയോ ഇതുപോലെ തന്നെ. ഒരു കൊച്ചിനെ കൊണ്ടുവന്നേക്കാ +2 പഠിക്കുന്നത്, ഉറക്കം മഞ്ഞില്ലെന്ന് ഹോസ്റ്റലിൽ വെച്ച് കളിച്ചതാ. +2 പഠിക്കുന്ന കൊച്ച്. ഇത്രയും പോകുന്ന കൊച്ചിന് റോസാപ്പൂ അറിയാം, പക്ഷെ ദുഃഖത്തിന്റെ പാനപാത്രം അറിയാം. എന്തിട്ട് ദുഃഖത്തിന്റെ പാനപാത്രം? ഇത്രയും കുഞ്ഞു കൊച്ചിന് പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാം. അപ്പൊ എപ്പോഴും നമ്മുടെ സമൂഹം എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണേ? അവിടെയാണ് അച്ഛൻ പറയുന്നത് നിങ്ങളോട്, ആത്മാർത്ഥമായിട്ട് ദൈവത്തെ കൊടുക്ക്. ദൈവത്തെ വിട്ട് ഒരു പരിപാടിക്ക് മക്കളെയോ കുടുംബത്തിനെയോ സമ്മതിക്കരുത്. കയറണ്ടോ? നിങ്ങൾ നല്ലവരാന്ന് എനിക്കറിയാം, എങ്കിലും അച്ഛനൊന്ന് ഓർമ്മപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ. എന്റെ ജോഹാൻ മോൻ നല്ല മോനാട്ടോ. ആരോൺ അല്ലേ? ആരോൺ നല്ലൊരു കൈഡി കൊടുത്തേ. ഗുഡ് ബോയ് കേട്ടോ, ഗുഡ് ബോയ്. പൊക്കോ, താങ്ക് യു. ഇതിന്റെ പേരൊന്നുട്ടാ? അനയ. സുന്ദരിയാട്ടോ അനയ, വളരെ സുന്ദരിയാണ്. അനയ മോൾക്ക് നല്ല കൈഡി കൊടുത്തേ. ഇതൊക്കെ സത്യം പറയുള്ളൂ, നുണ പറയില്ല. അതാണ് അത് മുമ്പിൽ ഇരുന്ന് എല്ലാത്തിനും തലാട്ടി കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞു. അത് മാത്രം അറിയുള്ളൂ. മറ്റേ കാവാലയെ അറിയാൻ പാടില്ലേ? അതും അറിയാം. കണ്ട അറിയാം, ഇതൊക്കെ അറിയാം. ദുഃഖത്തിന്റെ മാനപാത്രം അറിയില്ല, കണ്ണുനീർ താഴ്വര അറിയില്ല, ആശ്വാസന്റെ ഉറവിടമാ ക്രിസ്തു അറിയത്തില്ല. ഇതൊക്കെ അറിഞ്ഞിട്ട് എന്തിനാ കൊച്ചിന് മറ്റേ കാവാലയെ കെട്ടി 2 ഡാൻസ് കളിക്കാം ഇങ്ങനെ അല്ലേ? കണ്ട ഇത്ര അറിയാം. നമ്മുടെ കാലഘട്ടം അങ്ങനെയായി തുടങ്ങി. അതുകൊണ്ട് എന്റെ സ്നേഹം നിറഞ്ഞ കാരണവന്മാരെ, എന്റെ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, ഇതിപ്പോ ഒരു യുവജനങ്ങൾ സംഘടിപ്പിക്കുന്ന പരിപാടിയാണെങ്കിലും ഒരു കുടുംബം മുഴുവൻ ഇരിക്കുന്നതുകൊണ്ട് അച്ഛൻ ഇത് പറയണേ. നമ്മുടെയൊക്കെ കുടുംബം ഉണ്ടല്ലോ, കുറച്ച് വർഷങ്ങൾക്ക് ശേഷം തകരാൻ തുടങ്ങും. തകർക്കരുത്. അവിടെ ദൈവത്തെ കൊണ്ടുവരണം. എങ്ങനെ വന്നിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. അച്ഛന് സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കുക. ഞായറാഴ്ച സൺഡേ കാറ്റഗിസം. ഈ സൈഡ് അച്ഛന്റെ ലെഫ്റ്റ് സൈഡ് സൺഡേ നിങ്ങൾ വേദപാഠ ക്ലാസ് എന്നാണോ സൺഡേ കാറ്റഗിസം എന്നാണോ? സൺഡേ സ്കൂൾ അല്ലെ? ഞായറാഴ്ച സൺഡേ സ്കൂൾ. വലത്തെ സൈഡിൽ എൻട്രൻസ് കോച്ചിങ്. നിങ്ങളുടെ പിള്ളേരെ നിങ്ങൾ ഏതിനു വിടും? ഉത്തരം പറ. അച്ഛൻ എന്തിനറിയോ? അച്ഛന്റെ ശൈലി ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്ന ശൈലിയാ. ഉത്തരം ഫില്ല് ചെയ്യേണ്ടത് നിങ്ങളാ. അവിടെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്കറിയാം നിങ്ങൾ എന്നെക്കാളും ബുദ്ധിയുള്ളവരും അറിവുള്ളവരും പാകതയുള്ളവരും അച്ഛനേക്കാൾ അധികം അനുഭവമുള്ളവരുമാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അച്ഛനേക്കാൾ കൂടുതൽ അനുഭവമുള്ളവരാ. അതുകൊണ്ട് തന്നെ അച്ഛൻ ഈ ചോദ്യം ചോദിക്കുന്നത്. അച്ഛന് ഉത്തരം പറയുന്നില്ല. നിങ്ങൾ ചിന്തിച്ചോക്ക്. ഞായറാഴ്ച സൺഡേ കാറ്റഗിസം, വേദപാഠ ക്ലാസ്, കാറ്റഗിസം ക്ലാസ്സുകൾ, ഞായറാഴ്ച എൻട്രൻസ് കോച്ചിങ്. നമ്മുടെ കൊച്ചിനെ നമ്മൾ ഏതിനോടും? രണ്ടിനോ? ഇതെങ്ങനെയോ കൂടെ രണ്ടിനും
മിണ്ടാടക്ക്. നമ്മളിൽ ഭൂരിഭാഗം ഇപ്പൊ എന്തിനു വിടും? കേട്ടില്ല? സഹോദരൻ എഴുന്നേറ്റ് നിൽക്കാമോ? കോമൺ ആയിട്ടുള്ള ഉത്തരം പറഞ്ഞത് സഹോദരിയുടെ ഉത്തരം പറയണ്ട. എഴുന്നേറ്റ് നിൽക്കാമോ? എഴുന്നേറ്റ് നിൽക്കില്ല. ഏതിനു വിടും? കോമൺ ആയിട്ടുള്ള ഉത്തരം പറഞ്ഞത്. വീട്ടിലെ കാര്യം പറയണ്ട. സൺഡേ സ്കൂളിലാ എന്നാ തള്ള കർത്താവേ, വിട്ട സന്തോഷം എനിക്ക്. പക്ഷെ ഇന്നത്തെ കാലഘട്ടം എങ്ങനെയാണോ? അല്ല. എന്റെ കൊച്ചു എൻട്രൻസ് കോച്ചിങ് പഠിച്ചാലും കുഴപ്പമില്ല, എന്ത് പഠിക്കണ്ട, കർത്താവിന് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എൻട്രൻസ് കോച്ചിങ്ങിന് പൊക്കോട്ടെ. ഞായറാഴ്ച പോയില്ലെങ്കിലും കുഴപ്പമില്ല, എൻട്രൻസ് കോച്ചിങ്ങിന് പൊക്കോട്ടെ. നമുക്ക് അത്രേ ഉള്ളൂ. സിമ്പിൾ. വേറൊരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചു നോക്കാം. ഇവിടെ ഒരു മരക്കുരിശ്, ഇവിടെ ഇപ്പുറ സൈഡ് ഒരു പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ ഒരു ഡ്രാഗന്റെ രൂപം. നിങ്ങൾ ഏത് ചൂസ് ചെയ്യും? പറ. ഇപ്പുറത്തെ ഒരു മരക്കുരിശ്, അച്ഛന്റെ ലെഫ്റ്റ് സൈഡ് ഒരു മരക്കുരിശ്, ഈ റൈറ്റ് സൈഡിൽ ഒരു ഡ്രാഗന്റെ രൂപം. ഏത് ചൂസ് ചെയ്യും? മരക്കുരിശ് ചൂസ് ചെയ്യും. ഓക്കെ, നല്ല ഉത്തരം. കാരണവന്മാരൊക്കെ അങ്ങനെ തന്നെയല്ലേ? ഓക്കെ, സന്തോഷം. ഇപ്പുറത്തെ മരക്കുരിശ് അതുപോലെ തന്നെ സ്വർണത്തിന്റെ ഒരു ഡ്രാഗൺ ഇപ്പുറത്തിരിക്കണം. എടുക്കാം അത് മൊത്തമായിട്ട്, വലിയൊരു രൂപ. നിങ്ങൾ ഏത് ചൂസ് ചെയ്യും? മിണ്ടി കഴിഞ്ഞാടല്ല, ഇല്ലിക്കും ഇടിക്കും ഞാൻ. നിങ്ങൾ പറ. സ്വർണത്തിന്റെ ഒരു ഡ്രാഗൺ ഇവിടെ ഇരിക്കണോ, ഇപ്പുറത്തെ ഒരു മരക്കുരിശിരിക്കണോ, ഏത് ചൂസ് ചെയ്യും? മിണ്ടരുത്. കേട്ടില്ല? അത്രേ ഉള്ളൂ നമുക്ക് നമ്മുടെ വിശ്വാസം. അച്ഛൻ ഈ ചോദ്യങ്ങൾ ചോദിക്കണമെന്നറിയോ? നിങ്ങൾ നല്ല മനുഷ്യരാ. എന്തെങ്കിലും കുറവുകളോ പോരായ്മകളോ എവിടെയെങ്കിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാ. എന്റെ ജീവിതത്തിലുണ്ടോ? നിങ്ങൾ ഓർത്തൊക്കെ, നിങ്ങളുടെ കാരണവന്മാര് നിങ്ങൾക്ക് എന്താ തന്നെ? സ്വത്ത് തന്നാ നിങ്ങൾക്ക് എവിടെയാടാ സ്വത്ത് തരാൻ? നിങ്ങൾ ആയേല് സ്വത്ത് തന്നാ ഇല്ല. ഒത്തിരി പണങ്ങള് നിങ്ങൾക്ക് കൂട്ടി തന്നാ ഇല്ല. അധികാരങ്ങൾ തന്നാ ഇല്ല. നിങ്ങൾ ഓർത്തൊക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കാരണവന്മാരെ എന്താ നിങ്ങൾക്ക് തന്നേ? ഒറ്റ കാര്യം തന്നോളൂ, ദൈവത്തെ തന്നു. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ഹാപ്പി ആയിട്ട് ജീവിക്കണ്ട്. എത്ര പ്രശ്നം ഉണ്ടെങ്കിലും ഇതേ ഈ പള്ളി വന്ന് ഈ സക്രാരിയുടെ മുമ്പിൽ ഇരുന്ന്, തമ്പുരാന്റെ മുമ്പിൽ നിന്ന് കരയാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ പിള്ളേർ അങ്ങനെ കരയോ? ഇല്ല. അവർക്കൊരു പ്രശ്നം വന്ന് അവരങ്ങോട്ട് സൂയിസൈഡ് ചെയ്യും. അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പറയണേ, നമ്മുടെ കുടുംബത്തിൽ ദൈവം ഉണ്ടാകട്ടെ, ദൈവത്തെ കൊടുക്കാൻ പറ്റട്ടെ. നിങ്ങൾ ജീവിതത്തിൽ ചിന്തിച്ചുകൊള്ളാം, ഇതെന്റെ ദൈവം തന്നതാ എന്റെ ഈ ജീവിതം. ആ ദൈവത്തിന് സമർപ്പിക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും അനുഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാക്കുക. അതുകൊണ്ട് എനിക്ക് ആത്മാർത്ഥമായിട്ട് ഏറ്റവും വലിയ മോട്ടിവേഷൻ എനിക്ക് നിങ്ങളോട് പറയണമെന്നറിയോ? ദൈവത്തെ കൂട്ടുപിടിക്കുക. ദൈവത്തെ കൂട്ടുപിടിക്കുക. കാരണം അവനില്ലാതെ മുന്നോട്ട് പോകാൻ നമുക്ക് ആർക്കും പറ്റില്ല. അത് മക്കളെയും പറഞ്ഞ് പഠിപ്പിക്കണം. ഇതാണ് മോനെ ജീവിതം, ഇതാണ് നിന്റെ ജീവിതത്തിന്റെ സങ്കടം. ചില മക്കൾക്ക് അപ്പനമ്മമാരോട് സംസാരിക്കാൻ പറ്റില്ല, ചില വിഷമങ്ങള്. പക്ഷേ ആ വിഷമങ്ങളുടെ നടുവിലും അവരെ ചേർത്തിരുത്തി പറഞ്ഞു കൊടുക്കണം, മോനെ ദൈവം ഉണ്ട് നിന്റെ കൂട്ടിന്, ദൈവം നിന്നെ സഹായിക്കട്ടെ എന്ന്. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, കൊച്ചങ്ങളുടെ ചോദ്യം. എന്റെ മുത്തുവാ, എനിക്കിതിന് ഇഷ്ടമായിട്ടോ. എന്റെ കൂടെ പോരുന്നോ? എന്റെ കൂടെ പോരുന്നോ? എന്റെ കൂടെ പോരുന്നോ? ഇല്ല എന്നാണോ? വരാന്ന്. ഓക്കെ, ചോദ്യം ഇത്രയേ ഉള്ളൂ മുത്തേ. ചോദ്യം ഇങ്ങനെയാ, വീട്ടിൽ എത്ര പേരുണ്ട്? 6. ആരൊക്കെയാ? കറക്റ്റാണ്, 6 എന്ന് പറഞ്ഞത്. ഇതൊക്കെ അറിയാം. ആരൊക്കെയാ? പപ്പയും മമ്മിയും ഞാനും. പപ്പയും മമ്മിയും ഞാനും. കിച്ചും ചച്ചു. കിച്ചും ചച്ചു. പൂച്ചയുടെ വീട്ടിലൊക്കെ. കിച്ചു, ചച്ചു, അമ്മച്ചി. അമ്മച്ചി. പപ്പ മമ്മി കിച്ചു. പപ്പ മമ്മി കിച്ചു ചച്ചു ഞാന് അമ്മച്ചി. എണ്ണം കറക്റ്റാ. ഇതേതാ കിച്ചും ചച്ചു? കിച്ചു ആരാ? കിച്ചു ആരാ? ഇവിടെ ഇരിപ്പുണ്ടാ? ഇതിന്റെ കിച്ചു ആരാ? ചച്ചു ആരാ? എഴുന്നേറ്റ് നേടാ. ഇതാണാ ചച്ചു? ചച്ചു എന്ന് വിളിക്കണേ? നല്ല കൊച്ചേട്ടാ, നല്ല അനീത്തിയാണല്ലോ അത്. ഇതിനൊരു നല്ല കൈ കൊടുത്ത് ഇതിന്. ഓക്കെ, മുത്തുവാ. സുന്ദരിയേട്ടാ,
തിരിഞ്ഞെന്നാ. വാട്ട്സ് യുവർ നെയിം? സേറ. സേറ. സേറ മോളെ, വീട്ടിൽ എത്ര പേരുണ്ട്? 4. ആരൊക്കെയാ? അമ്മ, പപ്പ, പപ്പേനെ ആദ്യം പറ. ആ, പപ്പ, അമ്മ, ചേച്ചി, ചേച്ചി, ഞാന്. ഞാൻ. കറക്റ്റാട്ടോ. ഓക്കെ, അഭിനന്ദനങ്ങൾ. വേറെ ആരെങ്കിലും ഉണ്ടോ വീട്ടില്? എനിക്കറിയത്തില്ല, നിങ്ങളുടെ വീടല്ലേ ഞാൻ ചോദിച്ചേ. ഇതിനൊന്ന് വരോ? വാ. ആ, നല്ല സെക്രട്ടറിയുടെ മോനാ. ഓക്കെ ഓക്കെ. പേരെന്നുട്ടാ? അഭിഷേക്. അഭിഷേക്. അഭിഷേക, വീട്ടിൽ എത്ര പേരുണ്ട്? നിങ്ങൾ ചിരിക്കില്ല, കൊച്ചിനെ അറിയാം, കൊച്ചു കൗണ്ട് ചെയ്യട്ടെ. ആ 5. ആ, കണ്ട കറക്റ്റ്, കൊച്ചു കറക്റ്റ് ഉത്തരം പറയും കേട്ടോ. ആരൊക്കെയാ? അപ്പ, ആ അമ്മ, ആ ഞാന്, ആ അപ്പൂപ്പൻ, ആ. അമ്മൂമ്മ. ആ, കണ്ട കറക്റ്റാ. ഓക്കെ, എത്തിച്ചിട്ടുണ്ട്. അതൊക്കെ ഇരുന്നോ. ഇനി ഒരെണ്ണത്തിനെ കൂടി വിളിക്കണമല്ലോ. അത് വരുമോ? ഇത് വരുമോ? ഇങ്ങോട്ട് വന്നേ. വരില്ലെന്നാ? ഇങ്ങോട്ട് വാ, അങ്ങട് എന്റെ മുത്ത് ഇങ്ങോട്ട് വാ. ഓടി വാ. എണ്ണൊക്കെ ഞാൻ പറഞ്ഞുതരാം. ആ, അത് ചേച്ചിയാണോ? ആ, ചേച്ചി പറഞ്ഞിട്ടുണ്ട്. ഇങ്ങോട്ട് വാ, ഞാൻ കാണിച്ചുതരാം. ഇങ്ങോട്ട് വാ. ഇവിടെ ഓടി വാ. സുന്ദരിയാട്ടാ. പേരെന്നാ? അബിയ. അബിയ. അബിയുടെ വീട്ടിൽ എത്ര പേരുണ്ട്? 6. 6. ആരൊക്കെയാ? പപ്പ, മമ്മി, ആ അമ്മച്ചി, ആ ചേട്ടൻ, ആ അനിയൻ, ആ. ഞാന്. ആ, കറക്റ്റാ കേട്ടോ. ഒരു കാര്യത്തിൽ ഞാൻ നിങ്ങളെല്ലാവരും അഭിനന്ദിക്കുന്നു കേട്ടോ. ഞാൻ ഇത്ര ഇടവകയിലും ധ്യാനിപ്പിക്കാൻ ചെന്നിട്ട് എണ്ണ എല്ലാവരും കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളൊരു ഇടവക ഇതാണ് കേട്ടോ. അഭിനന്ദനങ്ങളൊരു കയ്യിലെ കൊടുത്തേ. അത് ഞാൻ പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നു കേട്ടോ. എനിക്കൊരു പേടിണ്ടായിരുന്നു അവന്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും ഈ കിളുന്ത് പോലും കൃത്യ എണ്ണം പറഞ്ഞതോളം എനിക്ക് വല്ലാത്തൊരു അഭിമാനിക്കേണ്ട ഒരു അവസ്ഥയാണ് കേട്ടോ. ചിലയിടത്തൊന്നും ചെന്ന പിള്ളേർക്ക് അറിയാൻ പറ്റില്ല വീട്ടിൽ എത്ര പേരുണ്ടെന്ന്. കൊച്ചങ്ങൾ എണ്ണല്ല. കാരണം കൊച്ചു രാവിലെ എഴുന്നേക്കുമ്പോൾ നോക്കുമ്പോൾ ഓരോന്നും അങ്ങോട്ട് പോണ്ട്. ഇതൊക്കെ ഇത് ഞാൻ എപ്പോഴും പറയും, ഈ പിള്ളേരോട് പറഞ്ഞു കൊടുക്കണം, ഇതാണ് നിന്റെ തന്ത, ഇതാണ് തള്ള കേട്ടോ. ഇത് കാണിച്ചു കൊടുക്കണം. പിള്ളേർക്ക് അറിയാൻ പാടില്ല. പിള്ളേര് നോക്കുമ്പോ കുറയണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കണ്ട വീട്ടില്. ചിലയിടത്ത് എന്റെ കൊച്ചു പൊക്കോ നല്ല കൊച്ചാട്ടാ, താങ്ക് യു, ഒരു നല്ല കൈ കൊടുത്തേരേനെ കേട്ടാ. ഞാൻ എന്തിനത് പറഞ്ഞെന്നറിയോ? ഒരിക്കലും ഇങ്ങനെ ഒരു കൺവെൻഷന്റെ സമയത്ത് പ്രസംഗിക്കേണ്ട സമയത്ത് ഞാനിങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു, വീട്ടിൽ എത്ര പേരുണ്ടെന്ന്. എന്റെ പൊന്നോ, ഓരോരുത്തരോട് ഞാൻ ചോദിച്ചപ്പോ ഓരോരുത്തർ എഴുന്നേറ്റ് പറഞ്ഞു 4 പേര്. 4 പേര്. എനിക്ക് സന്തോഷമായി. ഞാൻ ചോദിച്ചേടാ നിന്റെ വീട്ടിൽ ആരൊക്കെയത്? അപ്പൊ ഇവൻ എന്നോട് പറയാ, എന്നിട്ടാ അപ്പൂപ്പൻ, അമ്മ, ചേട്ടൻ, ഞാൻ വിചാരിച്ചത് എന്റെ കർത്താവ് ഈ കൊച്ചിന്റെ അപ്പം മരിച്ചതായിരിക്കും. അതുകൊണ്ട് പിന്നെ ഇനി അധികം ഒന്നും ചോദിക്കണ്ടല്ലോ എന്ന് ചോദിച്ചോണ്ട് എനിക്ക് എന്നെ സങ്കടമായിട്ട് ഞാൻ ഇവന് ഇപ്പുറത്തിരുന്നവനോട് ഞാൻ ചോദിച്ചു, ഇപ്പുറത്തിരുന്നവനോട് ചോദിച്ചു, എടാ നീ എഴുന്നേറ്റുന്നേ, നിന്റെ വീട്ടിൽ എത്ര പേരുണ്ട്? ഇത് ഇവനോട് ചോദിക്കുന്ന സമയത്ത് ഇവന്റെ അപ്പുറത്തിരുന്നവൻ ഇവനിങ്ങനെ മേത്ത് തട്ടിയിട്ട്, ഡാ 5 ഈ 5 ഞാൻ കേക്കണ്ടിട്ടാ. ഞാൻ കുറെ നേരം ഇപ്പുറത്തവന്റെ കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, ഇപ്പൊ എന്താടാ പ്രശ്നം? അച്ഛ ഇവന്റെ വീട്ടിൽ 5 അച്ഛാ. ഞാൻ പറഞ്ഞു 5 എഴുന്നേറ്റുന്നേ. 5 എഴുന്നേറ്റുന്നു. 4 നിപ്പുണ്ട്, 5 നിപ്പുണ്ട്. ഞാൻ 5 ചോദിച്ചു, എന്താടാ നീ അങ്ങനെ പറഞ്ഞത്? അച്ഛന്റെ വീട്ടിൽ 5 അച്ഛാ. അപ്പൊ ഇവൻ 4 പറഞ്ഞു, അച്ഛൻ 4 ഉള്ളു, അച്ഛന്റെ വീട്ടിൽ 4 ഉള്ളു. അവൻ പറഞ്ഞു, ഇല്ല അച്ഛൻ ഇവന്റെ വീട്ടിൽ 5 അച്ഛാ. അപ്പൊ ഇവൻ പറഞ്ഞു, ഇല്ല അച്ഛാ എന്റെ വീട്ടിൽ 4 പേരുള്ളൂ, അച്ഛൻ പോരാണ്ടി നോക്കിക്കോ, 4 ഉള്ളു. അവസാനം ഞാൻ പറഞ്ഞു, നീ എന്തിനാണ് പിന്നെ 5 പറഞ്ഞെന്തിനാ? അച്ഛൻ ഇവന്റെ അപ്പനുണ്ട് അച്ഛാ. അപ്പൊ ഈ നിക്കണം 4 ചോദിച്ചു, നിനക്ക് അപ്പനുണ്ടോടാ? ഉണ്ട്. നീ എന്താ കൂട്ടാത്തതിനെ? അത് വിദേശത്തല്ല, അതിനെ കൂട്ടണം എന്തിനാന്ന്? നിങ്ങൾ ഇന്ന് ചിരിച്ചാ പലതിനെയും വീട്ടിൽ കൂട്ടിയിട്ടില്ല. അതിന് കാരണം അറിയോ? ഇത് അത് ചോദിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറഞ്ഞേ. ഇത് അത് ചോദിക്കാൻ വേണ്ടിയിട്ടില്ല. ഞാൻ ഇങ്ങനെ ഒരു കൺവെൻഷന് ഈ ധ്യാനിപ്പിക്കുന്നതിനിടയിൽ ഈ കുട്ടികളോടൊരു ചോദ്യം ചോദിച്ചു, മക്കളെ വീട്ടിൽ എത്ര പേരുണ്ട്? ഒരു പെൺകൊച്ച് എന്നോട് പറഞ്ഞൊരു ഉത്തരവുണ്ട്, ലോകത്ത് ഒരാളും എന്നോട് പറയാത്തൊരു ഉത്തരം. ഞാൻ പോലും ആ ഉത്തരം പറയില്ല. ആ പെൺകൊച്ച് എന്നോട് പറഞ്ഞ ഉത്തരം എന്നിട്ടറിയോ? അച്ഛന്റെ വീട്ടിലുണ്ടല്ലോ അപ്പൻ, അമ്മ, ചേട്ടൻ, ഞാൻ, പിന്നെ ഈശോയുന്ന് പ്രസംഗിക്കണം. ഞാൻ അതിനെ കണ്ണു മിടിച്ച് നോക്കിക്ക, വീട്ടിൽ ഈശോ ഉണ്ടെന്നാ. ആ ആരാ പറഞ്ഞേ? അമ്മ.
എന്തേ? അമ്മ എപ്പോഴും പറയും വീട്ടിൽ ഈശോ ഉണ്ട്, അതുകൊണ്ട് ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട പോലെ ജീവിച്ചോളണം. ഞാൻ ആ കൺവെൻഷൻ വന്നില്ല, 2000-3000 പേരെടുത്തൊരു കൺവെൻഷനാ, ഇതിന് തൊട്ടടുത്ത് നടന്നൊരു കൺവെൻഷനാ, അതുകൊണ്ട് സ്ഥലം പറയത്തില്ല. ആ കൺവെൻഷനിൽ ഞാൻ പറഞ്ഞു, ആ സ്ത്രീയോട് എഴുന്നേറ്റിക്കാൻ പറഞ്ഞു. ആ സ്ത്രീ എഴുന്നേറ്റുന്നു, ഒരു സാധു സ്ത്രീ അങ്ങ് അകലെ എഴുന്നേറ്റുന്നു. ഞാൻ പറഞ്ഞതേ അതാണ് അമ്മ, അക്ഷരം തെറ്റാതെ വിളിക്കാം, അതാണ് അമ്മ. എന്റെ സ്നേഹം നിറഞ്ഞവരെ, എനിക്ക് എന്താ നിങ്ങളോട് പറയുന്നറിയോ? ദൈവാശ്രയ ബോധം ഉണ്ടാകട്ടെ ജീവിതത്തില്. നിന്റെ കുടുംബത്തിൽ, നീ ആയിരിക്കുന്ന മേഖലകളിൽ നീ ദൈവത്തെ കൂട്ടുപിടിച്ച് ജീവിച്ചു നോക്കിയേ. ഒരിക്കലേ UK ഒരു പെൺകുട്ടി പറഞ്ഞു, അച്ഛാ എന്റെ ജോലി സ്ഥലത്ത് ഭയങ്കര പ്രശ്നമാണ് അച്ഛാ, എനിക്ക് ജീവിക്കേണ്ട അച്ഛാ, എന്റെ കോളീഗ്സും എന്റെ ബോസും എന്നും എന്നെ വഴക്കണ അച്ഛാ, ഞാൻ എന്താ ചെയ്യണ്ടേ? ഞാൻ അവളോട് ഒറ്റ ഉത്തരം പറഞ്ഞോളൂ. എന്റെ യൂട്യൂബിലെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത്. ആ പെൺകൊച്ചിനോട് ഞാൻ പറഞ്ഞു, പൊന്നു മോളെ, നിനക്ക് പറ്റുമെങ്കിൽ ഒരു കുരിശ് വെഞ്ചിരിച്ച് നിന്റെ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നീ പോ. നീ പറയുന്നവര് മാറിക്കും, കാരണം നിന്റെ കൂടെ ദൈവമുണ്ട്. അവൾ പറഞ്ഞു, അച്ഛാ അങ്ങനൊക്കെ നടക്കോ? ഞാൻ പറഞ്ഞു, നീ വെഞ്ചിരിക്കും, നീ പോണ പള്ളി പോയി നിന്റെ കയ്യിൽ ഒരു കുരിശെടുത്ത് നീ വെഞ്ചിരിച്ച് നിന്റെ പോക്കറ്റിൽ ഇട്ടിട്ട് നീ പോ. ആ കൊച്ചതുപോലെ ചെയ്തു. എന്നെ വിളിച്ചിട്ടുണ്ടായി കഴിഞ്ഞ ദിവസം, അച്ഛാ ഇത്രയും നാളെ എന്നെ വഴക്ക് പറഞ്ഞ ബോസ് എന്നെ നോക്കി ചിരിച്ചു, എന്നെ ദേഷ്യപ്പെടുന്ന എന്റെ കൊളീഗ്സ് എന്നെ നോക്കി നല്ലത് പറഞ്ഞു. നിങ്ങൾ ഓർക്കണം, ദൈവം കൂടെയുള്ള മനുഷ്യന്റെ ആരും തോപ്പിക്കാൻ പറ്റില്ല. ദൈവം കൂടെ ഉണ്ടെങ്കിൽ ആരെങ്കിലും എതിരെ നിൽക്കോ? വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവം കൂടെയുള്ള മനുഷ്യനെ ആരെങ്കിലും എതിരെ നിൽക്കോ? ഇല്ല. ജീവിതത്തിൽ എന്റെ സ്നേഹം നിറഞ്ഞവരെ, നിങ്ങളുടെ ഏറ്റവും വലിയ മോട്ടിവേഷൻ നമ്മുടെ ദൈവ. ആ ദൈവത്തെ നീ കൂട്ടുപിടിച്ചോ ജീവിതത്തില്. ആ ദൈവം ഉണ്ടെങ്കിൽ നിന്റെ കുടുംബം സ്വർഗമാകും, സന്തോഷമാകും, സമാധാനമാകും, ഒത്തിരി അനുഗ്രഹങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലുണ്ടാവും. നമ്മുടെ മക്കൾ വഴിവിട്ട് പോവില്ല, തെറ്റായ ബന്ധങ്ങളിലേക്ക് പോകില്ല, കാരണം അവരുടെ മനസ്സിലുണ്ട് ദൈവത്തിന് ഇത് ഇഷ്ടമല്ലെന്ന്. അതുകൊണ്ടാ പറയണേ, മക്കൾക്ക് ജീവിതത്തില് ജീവിത പങ്കാളിക്ക് ദൈവത്തെ കൊടുക്ക്. ആ ദൈവസ്നേഹം ഉണ്ടെങ്കിൽ, ദൈവാശ്രയ ബോധം നിന്റെ കുടുംബത്തിലുണ്ടെങ്കിൽ നിന്റെ കുടുംബം രക്ഷപ്പെടും. കേട്ടോ? ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എനിക്ക് പ്രത്യേകിച്ച് നിങ്ങളോട് പറയാനുള്ളത്, രണ്ടാമത്തെ ഒരു കാര്യം തമ്പുരാൻ പറഞ്ഞൊരു വചനം. ആ വചനം ഇങ്ങനെയാ, നിന്നെ പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കുക. നിന്നെ പോലെ തന്നെ, പച്ച ചുരിദാറിട്ട മോളെ സ്റ്റാൻഡപ്പ് ഇങ്ങോട്ട് വാ. ഈ യുവാക്കളോട് ചോദിക്കുന്നത് അവര് നടക്കുന്ന പരിപാടിയാണെന്ന് കേട്ടോ. കൊച്ചിന്റെ പേര് തൊട്ടാ ജോസിന സുന്ദരിയാട്ടോ. അങ്ങനെ തിരിഞ്ഞോ മോളെ, നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. ജോസിനെ ആദ്യം ആര് സ്നേഹിക്കണം? നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് ഈശോ പറഞ്ഞേക്കാ. അപ്പൊ ജോസിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ആരെയാ? അമ്മേനെ. നിന്നെ ഉണ്ടല്ലോ ഞാൻ. ജോസിനോടെ കൂട്ടുകാരി വന്നേ, വാ, ഓടി വാ. ഈശോ പറഞ്ഞു വെച്ചു, കൊച്ചിന്റെ പേരെന്നാ? ഷിനിത. സുന്ദരിയാണ് കേട്ടോ. ഷിനിത, ഈശോ പറഞ്ഞു വെച്ചു, നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അപ്പോ ഷിനിത, ഈശോ പറഞ്ഞു വെച്ച കാര്യം ആദ്യം അപ്പൊ ആരെ സ്നേഹിക്കണം? മമ്മിയും പപ്പീനെന്ന്. നീ ബോധമുള്ള ഒരു ചക്കന്മാരുണ്ടോ? നീ പറയോ? വാ. വാട്ട്സ് യുവർ നെയിം? ജോയൽ. സുന്ദരനാട്ടോ ജോയലെ. ഈശോ പറഞ്ഞു നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ജോയൽ അപ്പൊ ആദ്യം ആരെ സ്നേഹിക്കണം? എന്നെ തന്നെ. കണ്ട, രണ്ടും നടക്ക. അതിന്റെ കൊച്ചങ്ങൾക്ക് അറിയായിരുന്നു കേട്ടോ. കൊച്ചങ്ങൾ അറിയാണ്ട് പെട്ടെന്ന് വിളിച്ചു കഴിഞ്ഞപ്പോ പെട്ടെന്ന് മറന്നു പോയതാ. പക്ഷെ ഇവൻ പുലിയാ കേട്ടോ, ഇവൻ പുലിയാ. ഈ പുലിക്കൊരു നല്ല കൈ കൊടുത്തേ. നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാനാ നമ്മൾ പറഞ്ഞേ. എപ്പോഴെങ്കിലും ദൈവം പറഞ്ഞോ അയൽക്കാരനെ പോലെ നിന്നെ സ്നേഹിക്കാൻ? പറഞ്ഞോ? ഇല്ല. ഈ അയൽക്കാരനെന്ന് ഉദ്ദേശിക്കുന്ന ആരെയാ? നിന്റെ കൂടെ ഉള്ളവരൊക്കെ. നീ ആദ്യം സ്നേഹിക്കേണ്ടത് നിന്നെയാ. നീ നിന്നെ ഇഷ്ടപ്പെടണം. ഇന്ന് ചില പിള്ളേർക്ക് അറിയാം, ഇഷ്ടമില്ല, സ്വയം ഇഷ്ടമല്ല. കഴിഞ്ഞ ദിവസം ഒരു കൊച്ചു മെസ്സേജ് വെച്ചേക്കാ, ഐ ഹേറ്റ് മൈ ലൈഫ് അച്ഛാ, ഐ ഹേറ്റ് മൈ ലൈഫ്. വൈ? എനിക്ക് ഇഷ്ടമല്ല അച്ഛാ. ഇച്ചിരി തടി കൂടിപ്പോയാ ഇഷ്ടമല്ല, വണ്ണം വെച്ചില്ലേ ഇഷ്ടമല്ല, പഠിക്കാൻ പറ്റിയില്ലേ ഇഷ്ടമല്ല, ഒന്നും ഇഷ്ടമല്ല. ആദ്യം നീ ഇഷ്ടപ്പെട്, നിന്നെ ഇഷ്ടപ്പെട്, നിന്നെ സ്നേഹിക്ക്. വിഷമങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും, അതെല്ലാം അവിടെ ലൈഫിലുണ്ട്.
എനിക്കും വരാറുണ്ട് വിഷമങ്ങൾ കേട്ടോ. ഈ പ്രസംഗിക്കണ മോട്ടിവേഷൻ കൊടുക്കണ എനിക്കുണ്ട് ഇഷ്ടം പോലെ പ്രശ്നങ്ങൾ. പക്ഷെ ഞാൻ പ്രശ്നങ്ങൾ വരുമ്പോ പറയും, ജിനു പോട്ടെ, ജിനു പോട്ടെടാ, ജിനു പോട്ടെ, വിഷമിക്കില്ല ജിനു പോട്ടെ. നിങ്ങൾ വിചാരിക്കരുത് ഒരു സങ്കടം വരുമ്പോ ഒരാൾ വന്ന് നിങ്ങളിങ്ങനെ സപ്പോർട്ട് ചെയ്ത് പോട്ടെ മോളെ, പോട്ടെ മേരിക്കുട്ടി, പോട്ടെ ജോർജ്, പോട്ടെ ലൂസി, പോട്ടെ പൗലോസെ എന്ന് പറയുന്നു ആരും വിശ്വസിക്കണ്ട. ഒരാൾ വരുവോ? ഇല്ല. നീ കരയുമ്പോ നിന്റെ കണ്ണീരുടയ്ക്കാൻ ആരുടെ കൈ ചെല്ലണം? എന്റെ കൈ തന്നെ ചെല്ലണം, ഞാൻ തന്നെ തുടയ്ക്കണം. തുടച്ചിട്ട് നീ എന്നെ നിന്നോട് പറയണം പോട്ടെ പോട്ടെ, നിന്റെ പേര് പറയണം. ജിനു, ഞാൻ അങ്ങനെയാ. ജിനു പോട്ടടാ, ജിനു വിട്ടോളാ, ജിനു എന്തിനാ നീ വിഷമിക്കണേ? നീ അങ്ങനെ ചെയ്തെന്ന് വെച്ചോണ്ട് എന്താ കുഴപ്പപ്പോ? വിട്ടുകളാ ജിനു, ഇത്രേ ഉള്ളൂ. നീ ഓർത്തോളാം, നിന്നെ ആശ്വസിപ്പിക്കാൻ നീ ഉണ്ടാവുള്ളൂ. എല്ലാവരും സന്തോഷത്തിലൊക്കെ കൂടെ വെക്കാൻ വരും, പക്ഷെ സങ്കടങ്ങളുടെ താഴ്വരയിൽ മനുഷ്യനെന്നും ഒറ്റയ്ക്ക. എപ്പോഴും ചിന്തിച്ചോളത്, ഞാൻ ഒറ്റയ്ക്ക. അവിടെ എന്റെ കൂടെ നിൽക്കണ്ടേ? ആദ്യം പറഞ്ഞ ഈ ദൈവം മാത്രം ഉണ്ടാവുള്ളൂ, അവൻ മാത്രം കൂടെ ഉണ്ടാവുള്ളൂ. ആ ദൈവത്തെ മാറ്റി നിർത്തിയ നീ ഒറ്റപ്പെട്ടു പോകും ജീവിതത്തില്. അതുകൊണ്ട് അച്ഛൻ നിന്നോട് പറഞ്ഞേ, നിന്റെ ജീവിതത്തിൽ ദൈവാശ്രയ ബോധം ആദ്യം ഉണ്ടാവട്ടെ എന്ന്. അപ്പൊ നിനക്ക് ഒറ്റയാന്നുള്ള ഫീലിംഗ് ഉണ്ടാവില്ല. നിങ്ങൾ ഓർക്കണം, എനിക്ക് ഏകദേശം 9-10 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട്. അച്ഛൻ ഒരു ദിവസം വീഡിയോ ആയിട്ട് ചിലപ്പോൾ 2 മില്യൺ 3 മില്യൺ പീപ്പിൾസിനെ കാണണം. 3 മില്യൺ, നോട്ട് 1000. അച്ഛന്റെ സ്റ്റാറ്റസ് വീഡിയോ, ഒരു 30 സെക്കൻഡുള്ള വീഡിയോ എല്ലാ ദിവസവും അയച്ചു കൊടുക്കുന്നത് ഏകദേശം ഒരു 50,000 പേർക്കാ. 50,000. ഈ 50,000 പേര് ഇവിടെ ഉള്ള ഒരാളായിട്ട് എനിക്ക് പരിചയമില്ല കേട്ടോ. പക്ഷെ നിങ്ങളുടെ പല ഗ്രൂപ്പുകളിൽ എത്താറുണ്ടെന്ന് റെസ്റ്റേക്ക് എന്നോട് പറഞ്ഞു, അതുകൊണ്ട് പറഞ്ഞതാ. പക്ഷെ അത് ഞാൻ അയക്കുന്നതല്ല, അത് പലരിലൂടെ കടന്നു വരുന്നതാണ്. നിങ്ങൾ ഓർത്തു നോക്ക്, എനിക്ക് അത്ര ഏജൊന്നും ഇല്ല, പക്ഷെ ഈ ചെറിയ പ്രായത്തിൽ ഞാൻ പോകാത്ത സ്ഥലങ്ങളില്ല. എത്ര വിദേശത്ത് പോയി എന്നറിയോ? ഇനി കാരണം ചെന്ന് പറഞ്ഞറിയോ? ഇതൊന്നുമല്ല, ഇത്രയൊക്കെ പ്രസംഗിക്കണ എന്നോട് ചോദിക്കുക, ആരാ നിന്റെ കൂടെയുള്ള? ഒറ്റ ഉത്തരം എനിക്കുള്ളൂ. ഇത്ര ഫോളോവേഴ്സുള്ള എന്നോട് ആരെങ്കിലും ചോദിക്കുക, ആരാ നിന്റെ ഏറ്റവും നല്ല സുഹൃത്ത്? ഞാൻ ഒറ്റ ഉത്തരം പറയുള്ളൂ, എന്റെ ഈശോ. അതുകൊണ്ട് ഞാൻ ഹാപ്പി. നിങ്ങൾ ചിന്തിച്ചോളൂ, ഒരു സങ്കടം വരുമ്പോ നിനക്ക് നീയേ ഉള്ളൂ. ഒരു പ്രശ്നം വരുമ്പോ നിനക്ക് നീയേ ഉള്ളൂ. കുറ്റം പറയാൻ 1000 പേര് കൂടെ നിൽക്കുമ്പോഴും ചിന്തിച്ചോളാം, നിന്നെ ആശ്വസിപ്പിക്കാൻ നീയേ ഉള്ളൂ, വേറെ ആരും വരില്ല. നിങ്ങൾ ഓർത്തു നോക്കി, നിങ്ങളെ കുറിച്ച് ആരെങ്കിലും നല്ലത് പറയാറുണ്ടോ? സഹോദരൻ, നീ എഴുന്നേറ്റേക്കാമോ? പട്ടാളം, ഈ ഇടവക മുഴുവൻ പട്ടാളാണോ? ഇവിടത്തെ ചേച്ചിമാരുടെ ഒക്കെ അവസ്ഥ. പാട്ട ഇങ്ങോട്ട് വാ. പട്ടാളക്കാരനെ വിളിക്കുമ്പോൾ ഒരു ബഹുമാനമുണ്ട് എനിക്ക്. നമ്മുടെ അതിർത്തി കാക്കുന്നവരെ വരും കേട്ടോ. ഓക്കെ, പേരെന്നിട്ടാ? ജെയിംസ് ജോർജ്. ജെയിംസിന്റെ സങ്കടങ്ങളിൽ മുഴുവൻ ആരെങ്കിലും കൂടെ വന്നിട്ടുണ്ടോ? അയ്യോ, അങ്ങനെ ഉത്തരം പറയരുത്. ഇവിടെ ജീവിത പങ്കാളിന് ആകെ പ്രശ്നമോ? അപ്പൊ ഒതുക്കത്തിലൊക്കെ പറഞ്ഞാൽ മതി. ആത്മാർത്ഥമായിട്ട് കോമൺ ആയിട്ടുള്ള ഉത്തരം പറഞ്ഞാൽ മതി. ജെയിംസിന്റെ പ്രശ്നം പറയണ്ട. സങ്കടം വരുമ്പോൾ സ്വന്തമായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യും. അത് തന്നെ പട്ടെ, നമുക്ക് ട്രെയിനിങ് എന്നതും അത് തന്നെയാണ്. അത് തന്നെയാണ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് എല്ലായിടത്തും. ഞങ്ങളുടെ സെമിനാറിൽ ഞങ്ങൾക്ക് ട്രെയിനിങ് ഉണ്ടല്ലോ. പോലെ ജെയിംസ് ഇവിടെ നിൽക്കുക കേട്ടോ. ഇനി കുറച്ചും കൂടി ചോദിച്ചു നോക്കിയാനുണ്ട്. ഓർത്ത് നോക്കിയേ, ജെയിംസിന്റെ കൂടെ കുറെ പട്ടാളക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ സങ്കടത്തിന്റെ നിമിഷത്തിൽ ജെയിംസ് ഒറ്റയ്ക്കുള്ളൂ. നമ്മളെല്ലാവരും എങ്ങനെയാ? നിങ്ങളുടെ കൂടെ മക്കളുണ്ടെങ്കിലും ജീവിത പങ്കാളി ഉണ്ടെങ്കിലും ആരുണ്ടെങ്കിലും നിന്റെ സങ്കടം മനസ്സിലാക്കാൻ നിനക്കേ പറ്റൂ. ജെയിംസിന്റെ സങ്കടം ജെയിംസിനെ പോലെ വേറെ ആർക്കെങ്കിലും മനസ്സിലാക്കാൻ പറ്റുമോ ജെയിംസ്? ഇല്ല, ഒരിക്കലും പറ്റില്ല. നിന്റെ സങ്കടം നിന്റേത് മാത്രാ. കുറച്ചൊക്കെ ആർക്കെങ്കിലും മനസ്സിലാവും. എന്തെങ്കിലും വിഷമം വരുമ്പോ ചിലപ്പോ ആരെങ്കിലും നിന്നോട് വന്നിട്ട് പറയാ, അല്ല വീട്ടിൽ പൊക്കോളം, ജീവിത പങ്കാളി ഇതിന്റെ ജീവിതം അല്ലാട്ടോ പറയണേ, വേറെ ആരുടെയും ജീവിതം പറയണ വെക്കണേ കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഒന്ന് ഓർത്താ മതി, എല്ലാവരുടെയും ലൈഫ് അങ്ങനെയാന്നേ. നിങ്ങൾ ചിന്തിച്ചോണ്ട് ഈ ലോകത്ത്, ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഡയലോഗ് അത്, നിങ്ങൾ ഈ ലോകത്ത് നിങ്ങൾ ആഗ്രഹിക്കണ പോലെ നിങ്ങളെ സ്നേഹിക്കാൻ, നിങ്ങൾ ഇച്ഛിക്കുന്ന പോലെ നിങ്ങളെ കൊണ്ടടക്കാൻ, നിങ്ങൾ പ്രതീക്ഷിക്കണ പോലെ നിങ്ങളെ വിശ്വസിക്കാൻ ഈ ലോകത്ത് ആ ഉടയ തമ്പുരാന് മാത്രമേ ഉള്ളൂ. അവന് മാത്രം അങ്ങനെ പറ്റുള്ളൂ. അത് ചിന്തിച്ചാൽ മതി. ബാക്കി ആരെങ്കിലും നിനക്ക് അങ്ങനെ കിട്ടിയ അച്ഛൻ പറയും അത് ബോണസാ, ഒള്ളി ബോണസ്, നോട്ട് ഇൻ ഒരു അഡ്വാൻറ്റേജ് അല്ല, ഒള്ളി ബോണസ്. ജെയിംസ് പറഞ്ഞത് കറക്റ്റാ.
ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോ തന്നെ ചിലപ്പോ യുദ്ധത്തിന്റെ മേഖലയിൽ ജോലി ചെയ്യേണ്ട സമയത്ത് വരുമ്പോ ഭാര്യയോട് ചിലപ്പോ ആ സങ്കടം പറയാൻ പറ്റില്ല, ടെൻഷൻ അടിക്കും. ഇഷ്ടം പോലെ അങ്ങനെ ഉണ്ടായിട്ടില്ലേ? ഉണ്ടായിട്ടുണ്ട്. ചില കാര്യങ്ങൾ പറയാൻ പറ്റത്തില്ല, ഭാര്യ ടെൻഷൻ അടിക്കും, മക്കള് ടെൻഷൻ അടിക്കും. വെറുതെ എന്തിനാ ടെൻഷൻ അടിക്കണേ? ഞാൻ മാത്രം സഹിച്ചാ പോരെ, ദൈവം ഉണ്ടല്ലോ കൂട്ടിന്. ആ സങ്കടത്തിന്റെ നിമിഷത്തിൽ ദൈവം ഉണ്ടാവുള്ളൂ. അല്ല ജെയിംസേ? നീ കൊള്ളാട്ടോ. ഞാൻ കൊണ്ടോളാം കേട്ടാ. ജെയിംസ് താങ്ക് യു. ജെയിംസിന് നല്ല കൈ കൊടുത്തേ. താങ്ക് യു ജെയിംസ്, താങ്ക് യു. നിങ്ങൾ ജീവിതത്തിൽ ചിന്തിച്ചോളണം, ഈ ലോകത്ത് ഒരു പ്രശ്നം വരുമ്പോ കൂടെ സന്തോഷിക്കാൻ കൂടെ കുറെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ പാടാറില്ല പണ്ടൊക്കെ, ചിരിക്കുമ്പോ കൂടെ ചിരിക്കാൻ. എവിടെന്നോ നിങ്ങളുടെ പാട്ടും പാടില്ല. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേര് വരും. പണ്ടത്തെ പാട്ടാണ്, എനിക്ക് കേട്ട് പരിചയം മാത്രമേ ഉള്ളൂ. കരയുമ്പോഴോ കൂടെ കരയാൻ നിന്നിടൽ മാത്രം വരും, ആരും വരില്ല. എന്നാ ജീവിതത്തിൽ ചിന്തിച്ചാൽ മതി. എന്റെ ജീവിതത്തിലെ ഒരു സങ്കടം നിറഞ്ഞ അവസ്ഥയില് എന്നിങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ കൊണ്ടടക്കാൻ ഞാനേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും, നീ നിന്നെ ഓർത്ത് സന്തോഷിക്കുക, നിന്റെ കഴിവുകളെ ഓർത്ത് സന്തോഷം. നിങ്ങൾ ചിന്തിക്കണ്ട, അച്ഛനെ ഈ സോഷ്യൽ മീഡിയയിൽ ഒരു പ്രസംഗം കിട്ടാ എല്ലാവരും നല്ലതാ പറയണേന്ന്. ഇന്നലെ രാത്രി ഞാൻ മെസ്സേജ് വായിച്ചു നോക്കുമ്പോ ഓർത്തന്നെ പച്ചത്തറി പറഞ്ഞേക്കാ, എണമായി ബാക്കി കൂട്ടിക്കോ, നിനക്കൊന്നും വേറെ പണിയില്ലടാ. കുറച്ചാളും ഒരു ചേട്ടായി എന്നെ വിളിച്ചൊക്കെ ഫോൺ വിളിച്ച്, നല്ല തണ്ടും തടിയുണ്ടല്ലോടാ, ഇല്ല കൂലിപ്പണിക്കുമ്പോ കൂടെ നിനക്ക്. എത്ര മെസ്സേജുകളാ വേണ്ടെന്നറിയോ? ഞാൻ അവരെ ഓർത്തിട്ട് നാളെ ഞാൻ പ്രസംഗിക്കില്ല, ഞാൻ ഇനി വചനം പറയില്ല എന്ന് ചിന്തിച്ചാ എന്റെ ദൈവത്തെ എനിക്ക് സാക്ഷ്യപ്പെടുത്താൻ പറ്റുമോ? ഇല്ല. ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ പോകുന്ന വഴിയിൽ കുറെ പട്ടികൾ കുറയ്ക്കും, എല്ലാ പട്ടിക്കും കല്ലെറിയാൻ പറ്റുമോ? ഇല്ല. ജീവിതത്തിൽ ചിന്തിച്ചാൽ മതി, എല്ലാ പട്ടിക്കും കല്ലെറിഞ്ഞ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റില്ല. പട്ടികൾ കുറച്ചോട്ടനെ, നിങ്ങൾ നേരെ പോയാൽ മതി. നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസം ഉണ്ടായാൽ മതി, നിങ്ങളെ സ്നേഹിച്ചാൽ മതി. ഈ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ഇറങ്ങി കളിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്, നിങ്ങൾക്ക് അറിയായിരിക്കും. ഈ തൊട്ടാവാടിയുടെ ഇംഗ്ലീഷിൽ നെയിം തൊട്ടാ പിള്ളേർക്കറിയാം. തൊട്ടാവാടി കണ്ടിട്ടുണ്ടല്ലേ? ഈ തൊട്ടാവാടിക്ക് ഇംഗ്ലീഷ് വേർഡ് ഉണ്ട് ഒരെണ്ണം. നിങ്ങടെ വന്നേ, ഞാൻ പറഞ്ഞ കറക്റ്റാ. ഡു നോട്ട് ടച്ച് മീ പ്ലാന്റ് എന്നല്ല, ടച്ച് മീ നോട്ട്. തൊട്ടാവാടിയുടെ ഇംഗ്ലീഷ് വേർഡ് ഒന്നുണ്ടെന്നറിയോ? എന്നെ തൊടരുത്, അതാണ് ഇംഗ്ലീഷ് വേർഡ്. നമ്മൾ തൊട്ടവാടി പറയാ എന്നെ തൊടരുത്, പക്ഷെ നമ്മളെല്ലാവരും തൊട്ടവാടിനെ തൊടും. നമ്മളന്നാ ഇവിടെ വാഴയില ഉണ്ട്, വാഴയില പോയി തൊടോ? വാടറി തൊടുവോ? ഇവിടെ ഓലയിപ്പുണ്ട്, ഓലമേ പോയി തൊടോ? വാടറി തൊടോ? ഇല്ല. നമ്മളെ തൊടുന്നത് എന്നെ തൊടരുതെന്ന് പറയുന്നവരെ തൊടാറുള്ളൂ. അത് ഇതിനൊരു അർത്ഥമുണ്ട്. സങ്കടപ്പെട്ടടക്കുന്നവൻ സങ്കടപ്പെടുത്താൻ ഇഷ്ടം പോലെ പേര് വരും. ഒരു കുഴപ്പമില്ലാണ്ട് ചിരിച്ച് ജീവിക്കുന്നവനെ ആരെങ്കിലും പിന്നെയും വരുവോ? ഇല്ല. ഞാൻ എപ്പോഴും പറയും, ഇവനൊരു നല്ല കൈ കൊടുത്തേ പോട്ടെ. അച്ഛനെന്തോ പറഞ്ഞോട്ടോ, അത് വലിയൊരു ഉദ്ദേശാ, അതെനിക്കറിയാൻ പാടില്ല, അച്ഛൻ പറഞ്ഞുതരും. നമ്മൾ നട്ടു വളർത്തിയ തൊട്ടവാടിനെ നമ്മൾ തൊട്ട പാടില്ല എന്നാണ് അച്ഛൻ പറയണ കേട്ടോ. എനിക്കറിയാൻ പാടില്ല, അച്ഛന് വലിയ അറിവുള്ള ആളാണ്, എനിക്കറിയില്ല. ഓക്കെ, അപ്പൊ എനിക്കറിയാൻ പാടില്ല. ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടൊരു അറിവത് ഭയങ്കര സന്തോഷമായിട്ട് തോന്നിയത്. ഈ പേടിക്കുന്നവനെ പേടിപ്പിക്കാൻ ഇഷ്ടം പോലെ പേര് വരും, പേടിക്കാത്തവനെ പേടിപ്പിക്കാൻ ആരും വരില്ല. നിങ്ങൾ എപ്പോഴും പറയും, നിങ്ങൾ ജീവിതത്തിൽ ഒരു തോൽവി വന്നു, ഒരു പ്രശ്നം വന്നു, നിങ്ങൾ അതിനെ ചിരിച്ച് ഫേസ് ചെയ്ത് നോക്കിയേ. നിങ്ങളെ തോൽപ്പിച്ചവര് ചുറ്റും നിൽക്കുമ്പോൾ നിങ്ങൾ അയാളെ നോക്കി ചിരിച്ചു നോക്കിയേ പതുക്കെ. ആ തോൽവിയെ, ആ ചിരിയെ മറികടക്കാൻ ആരും വരില്ല. അതുകൊണ്ട് അച്ഛനെ നിങ്ങളോട് പറയാണ്, രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഈ ലോകത്തെ സ്നേഹിക്കേണ്ടത് ആരെയാ? കേട്ടില്ല? ഈ ലോകത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് രണ്ടാമത്തെ കാര്യം നിങ്ങളെ തന്നെ, ഒന്നാമത്തെ ദൈവത്തെ.
കേട്ടോ. എന്തിനേക്കാളും ദൈവാശ്രയ ബോധം ഉണ്ടാവണം ഒന്നാമത്. രണ്ടാമത്തെ കാര്യം, നിങ്ങളെ സ്നേഹിക്കാൻ നിങ്ങൾ പഠിക്കണം. എത്ര കുറവുണ്ടെങ്കിലും എത്ര പോരായ്മ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കാനേ പറ്റുള്ളൂ. മൂന്നാമത്തെ കാര്യം, ഈശോ പറഞ്ഞു വെച്ച ആ കാര്യം തന്നെ, നിന്റെ കൂടെ ഉള്ളവരെയും കൂടി സ്നേഹിക്കണം. നിന്റെ അപ്പനെ സ്നേഹിക്കാൻ നീ പഠിക്കണം, നിന്റെ അമ്മേനെ സ്നേഹിക്കാൻ നീ പഠിക്കണം, നിന്റെ ജീവിത പങ്കാളിയെ സ്നേഹിക്കാൻ നീ പഠിക്കണം. പഠിച്ചേ പറ്റൂ. ഇന്നത്തെ കാലഘട്ടം വല്ലാത്തൊരു കാലഘട്ടമാണ്. ലോകത്തുള്ള എല്ലാ സ്നേഹങ്ങൾക്കും വേണ്ടി മെസ്സേജ് അയക്കും, പക്ഷെ കൂടെ ഉള്ള ആൾക്കാരോട് മിണ്ടോ? ഇല്ല. ഞാൻ ആത്മാർത്ഥത്തോടെ ചോദിച്ചിട്ടെ, നിങ്ങളെല്ലാവരും ലോകത്തുള്ള എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അയക്കുന്നുണ്ട്. ജീവിത പങ്കാളിയോട് ഗുഡ് മോർണിംഗ് പറയാറുണ്ടോ? ജീവിത പങ്കാളിയോട് ഗുഡ് മോർണിംഗ് പറയുന്നവരുടെ കൈവയ്ക്ക്. രണ്ട് സ്ത്രീകൾ വെക്കുന്നുണ്ട്. അപ്പൊ പുരുഷന്മാരൊന്നും പൊക്കല്ലേ? ലോകത്തുള്ള എല്ലാവരോടും ചോദിക്കും, ചായ കുടിച്ചോ, ചോറുണ്ടോ? തൊട്ടടുത്ത് കട്ടിലിൽ കിടന്നുറങ്ങുന്നവരോട് ചോദിക്കില്ല. ശരിയല്ലേ? അപ്പനും അമ്മയോടും ചോദിക്കാറുണ്ടാ? ഇടയ്ക്ക് സ്വന്തം അപ്പന്റെ കൈയെടുത്ത് ഇടയ്ക്ക് പിടിക്കാറുണ്ടാ? അമ്മയുടെ കൈയെടുത്ത് ഇടയ്ക്ക് പിടിക്കാറുണ്ടാ? അമ്മയുടെ കൈക്ക് ഒരു ഉമ്മ കൊടുക്കാറുണ്ടാ? നിങ്ങളെ പെറ്റിട്ടത്, നിങ്ങളെ വളർത്തിയ കരങ്ങളത്. ഇന്ന് ആരും ഇല്ല, നേരമില്ല. ഈ സാധനത്തിന് നിങ്ങൾ ഓർത്ത് നോക്കിയേ, 24 മണിക്കൂറിൽ ഈ സാധനത്തിന്റെ ഒപ്പം ചെലവഴിക്കുന്ന ഒരു 10 മിനിറ്റ് വീട്ടിലുള്ളവർക്ക് വേണ്ടി ചെലവഴിക്കാൻ നമുക്ക് നേരമുണ്ടോ? നേരമുണ്ടോ? ഇല്ല. കുഞ്ഞു കുട്ടികൾ പോലും ഇതിലാണ് വന്നെ. ശരിയല്ലേ? നമുക്ക് നേരമില്ലാത്തതുകൊണ്ട് കുട്ടികൾക്ക് താലോലിക്കാൻ ഇത് കൊടുത്തു. അവര് വലുതാകുമ്പോ എന്ത് താലോലിക്കും? ഇത് താലോലിക്കും. നിങ്ങളെ താലോലിക്കോ? ഇല്ല. നിങ്ങൾ കൊച്ചു പ്രായത്തിൽ കൊടുത്തത് ഇതാ. അപ്പൊ അവർ ഇത് താലോലിക്കും വലുതാകുമ്പോ. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ പറയണേ, ചുട്ടയിലെ ശീലം ചൂട്ടല്ല വരെ. ജീവിതത്തിൽ ഓർത്തോ, കൊച്ചു പ്രായത്തിൽ ഇത് കൊടുത്താൽ അവർ വലുതാകുമ്പോ ഇത് നോക്കും. കൊച്ചു പ്രായത്തിൽ നിങ്ങളെ അവർക്ക് കൊടുത്താൽ വലുതാകുമ്പോ, അവർക്ക് പ്രായമാകുമ്പോ, നിങ്ങൾക്ക് പ്രായം ചെന്ന് കെട്ടിലാകുമ്പോ അവർ കൊച്ചങ്ങളെ പോലെ നിങ്ങളെ നോക്കും. നമ്മുടെ പ്രശ്നം അതാ. നമുക്ക് നേരമില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഒരു സിമ്പിൾ ഉദാഹരണം നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇപ്പൊ കൊച്ചിനോട് ഒരു അരമണിക്കൂർ, നിങ്ങളുടെ വീട്ടിലുള്ളവരോട് ഒരു അരമണിക്കൂറെങ്കിലും എല്ലാ ദിവസവും സംസാരിക്കുന്നവർ എത്ര പേരുണ്ട്? അരമണിക്കൂർ. എന്റെ ജീവിത പങ്കാളിയുടെ അടുത്ത് ഒരു അരമണി, നീ അതൊക്കെ ഇരിക്കുവോ? എന്റെ ജീവിത പങ്കാളിയുടെ അടുത്ത് ഒരു 10 മിനിറ്റ് എല്ലാ ദിവസവും സംസാരിക്കുന്നവർ എത്ര പേരുണ്ട്? അച്ഛനെ ചോദ്യം ചോദിച്ചെന്നറിയോ? എടവേ, ഇത് നിന്റെ കുടുംബമാണ്, നിന്റെ ജീവിതമാണ്. എന്റെ ജീവിത പങ്കാളി എന്റെ കൂടെ ഇല്ലെങ്കിൽ സന്തോഷിക്കാനോ? നിങ്ങൾ ഓർത്തൊക്കെ, നിങ്ങൾ വിവാഹം കഴിച്ച ഡേറ്റ് നിങ്ങൾക്ക് ഇപ്പോൾ ഓർമ്മയുണ്ടോ? എത്ര പുരുഷന്മാർക്ക് ഓർമ്മയുണ്ട്? വേണ്ട, ആ ക്വസ്റ്റ്യൻ വേണ്ട, പ്രശ്നമാവും. ഇനി ഞാൻ ആദ്യം പിൻവാങ്ങി പോട്ടെ, ആകെ പ്രശ്നമാവും. എന്റെ ജീവിത പങ്കാളിയുടെ അടുത്തിരുന്ന് മിണ്ടിയ ദിവസങ്ങൾ എത്ര നാളായി? സംസാരിച്ചിട്ട് തരേ മുഖത്ത് നോക്കാത്തവരുണ്ടെന്ന്. ഭർത്താവ് വരുമ്പോ ഇതിക്കൂടെ, ഭാര്യ ഇതിക്കൂടെ വരുമ്പോ ഭർത്താവ്. കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ ചെന്നപ്പോ വിളിച്ചേക്കാ, ഭർത്താവിനെ വിളിക്കണതാ ഭാര്യ. ദേന്ന് ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് നോക്കി. അടുത്ത് വേറെ വീട്ടില് ചിലരുടെ പദപ്രയോഗങ്ങൾ ഇങ്ങനെ, നോക്കിയേ എന്തൊട്ട് നോക്കാൻ, ആരെ നോക്കാൻ? കൊച്ചിന്റെ അപ്പ. ഇതിപ്പോ പുള്ളിക്കാറ്റിയുടെ ആരാ? നമ്മുടെ ഫാമിലി ലൈഫ് പോലെ ഇങ്ങനെയാണ്. സ്വന്തം അപ്പൻ, അമ്മ. ഞാൻ എപ്പോഴും പറയും, നിന്റെ കുടുംബം എന്ന് ചിന്തിക്കണം. നിനക്ക് അതാണ് സ്വർഗം. നിന്റെ സ്വർഗം അതാ. അവര് ഹാപ്പിയായ. ഞാൻ എപ്പോഴും പറയും, നിന്നെ ഓർത്ത് നിന്റെ അപ്പൻ അമ്മയെ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അതല്ലേ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം. നിന്റെ ഓർത്ത് നിന്റെ ഭാര്യ സന്തോഷത്തോടു കൂടെ 2 വാക്ക് പറയുന്നുണ്ടെങ്കിൽ അതല്ലേ ജീവിതത്തിലെ ഏറ്റവും വലിയ നിധി. എന്റെ ഭാര്യ പറയാണ്, ഓ എന്റെ ഭർത്താവ് സൂപ്പറാട്ടാ. അത് കേക്കോ? ഭാര്യനെ ഓർത്ത് ഭർത്താവ് പറയാണ്, എത്ര തല്ലിയാലും ആ പാവം എന്നെ സ്നേഹിക്കണ്ടട്ടാ. അപ്പനമ്മയും പറയാണ്, എന്റെ മോനാട്ടാ, എന്റെ മോനാ. നിങ്ങളെ കുറിച്ച് പറയൂ അഭിമാനത്തോടെ. അന്ന് നിന്റെ ജീവിതത്തിൽ സന്തോഷം എന്ന് പറയും. നീ എത്ര വലിയ സൗധം പൊക്കിയാലും, എത്ര വലിയ കാറിൽ യാത്ര ചെയ്താലും, ഇഷ്ടം പോലെ സ്വത്തുവകകൾ ഉണ്ടാക്കിയിട്ടാലും സ്വന്തം അപ്പനമ്മയുടെ മുഖത്ത് സന്തോഷമില്ലെങ്കിൽ പിന്നെ എന്തിനാണോ ഇതൊക്കെ?
നീ ഏത് ഉന്നതമായ ജോലി വഹിച്ചാലും, ഇഷ്ടം പോലെ ബാങ്ക് ബാലൻസ് ഇട്ട് വെച്ചാലും, ഇഷ്ടം പോലെ ആസ്തി നിനക്കിട്ട് ഉണ്ടാക്കിയിട്ടായാലും, നിന്റെ ഭാര്യ നിന്നെ ഓർത്ത് സന്തോഷിച്ചില്ലെങ്കിൽ, നിന്റെ ഭർത്താവ് നിന്നെ ഓർത്ത് അഭിമാനിച്ചില്ലെങ്കിൽ, പിന്നെ എന്തിനാടോ ഇതൊക്കെ? ശരിയല്ല അച്ഛൻ ചോദിക്കുന്നത്? പ്രശ്നമായോ? എല്ലാം ഇങ്ങനെ ചിന്തിക്കുക. ദൈവം ചോദിക്കൂട്ടോ മക്കളെ, ആത്മാർത്ഥമായിട്ട് ചോദിക്കുക. അങ്ങോട്ട് ചെല്ലുമ്പോ ദൈവം ചോദിക്കും. ദൈവം ഒരിക്കലും ചോദിക്കില്ല ബാങ്ക് ബാലൻസ് എത്രയെന്ന് ദൈവം ചോദിക്കോ? നീ ഏത് കാറിൽ, BMW നടന്നേ, ഫോക്സ് വാഗന്റെ വണ്ടിയിലാണോ നടന്നേ, അതോ ഇന്നോവയിലാണോ നടന്നേ, ദൈവം ചോദിക്കോ? ഇല്ല. നീ ഏത് ജോലി ചെയ്ത ദൈവം ചോദിക്കോ? ഇല്ല. നിനക്ക് എത്ര ആസ്തി ഉണ്ട് ദൈവം ചോദിക്കോ? ഇല്ല. പക്ഷെ ദൈവം ചോദിക്കും, നിന്റെ ജീവിത പങ്കാളി നീ സ്നേഹിച്ചോടാ, നിന്റെ അപ്പനമ്മേനെ നീ ബഹുമാനിച്ചോടാ, അവൾക്ക് കൊടുക്കേണ്ട സംരക്ഷണം നീ കൊടുത്തോടാ. നമ്മളെന്തു പറയും? കർത്താവേ, എനിക്ക് 2 ലക്ഷം രൂപ, 2 കോടി ബാങ്ക് ബാലൻസ് ഉണ്ട്, ആയിക്കോട്ടെ. ഇതൊക്കെ മറ്റേതിന്റെ മുമ്പിൽ സീറോയോടോ? സീറോയാ. നിന്നെ ഓർത്ത് നിന്റെ കൂടെ ഉള്ളവര് സന്തോഷിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ ലൈഫ്? ഹാപ്പി ആവാൻ നോക്കുക. നിന്റെ കൂടെ ഉള്ളവരെ സന്തോഷിപ്പിക്കാൻ നീ പരിശ്രമിക്കുക. അതിനോട് ചേർത്ത് വെച്ച് നിന്റെ അപ്പൻ, അമ്മ, ജീവിത പങ്കാളി സ്നേഹിക്കുക. അപ്പനമ്മേനൊക്കെ പൊന്നുപോലെ കൊണ്ടുനടക്കണം. ഞാൻ എപ്പോഴും പറയും, ഭാര്യനെ വേദനിപ്പിക്കരുത്. അതോർത്തിട്ട് ഒരിക്കലും ധ്യാനം കഴിഞ്ഞപ്പോ ഒരു ചേച്ചി വന്നിട്ട് പറയും, എന്റെ പൊന്നച്ചാ, ഭർത്താവിന് ഇപ്പൊ സ്നേഹം പോത്തിട്ട് എന്നെ വേണ്ടെന്ന് പറയണേ. അതല്ല, നിനക്കൊരു ഭാര്യ ഉണ്ടെന്ന് ചിന്തിച്ചോളാം. ഇവിടെ ഇരിക്കുന്ന സ്ത്രീകളോട് ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ കെട്ടിക്കൊണ്ടുവന്നപ്പോ ഓർത്തോളാം, ഒരു ഭർത്താവുണ്ട്. നിങ്ങൾക്കൊരു ഭർത്താവുണ്ട്, അതിനൊരു അമ്മയുണ്ട്, അതിനൊരു അപ്പനുണ്ട്. കേട്ടാ? ഇതുങ്ങളിലൊക്കെ ഒരു അവസ്ഥയെ. ഹോ, കഴിഞ്ഞ ദിവസം ഒരു ചെറുക്കൻ വന്നിട്ട് പറയാ, അച്ഛാ ഏതിനെ കളയും? അച്ഛൻ പറ, ഇതിനെ കളയണോ? അമ്മേനെ? ഇതിനെ കളയണോ? ഭാര്യനെ? അച്ഛൻ പറ, ഞാൻ കളയാം. ഏതിനെ കളയും? എന്റെ സ്നേഹം നിറഞ്ഞവരെ എല്ലാവരെയും വേണം, എല്ലാവരെയും വേണം, എല്ലാവരെയും സ്നേഹിക്കണം. നിന്റെ കൂടപ്പുറപ്പുകളെയും നിന്റെ ജീവിത പങ്കാളിയിലെയും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പെങ്കൊച്ചൊന്നിട്ട് പറയാ, എന്റെ അച്ഛാ കിടപ്പ് മുറിയിലേക്ക് വന്നെങ്കിൽ ഒരു അമ്മയോട് അച്ഛൻ ചോദിച്ചിട്ട് വരുള്ളൂ, പൊക്കോട്ടെ. അപ്പൊ അമ്മ നാണലാത്തങ്ങള്. നിനക്ക് ദൈവം തന്ന ജീവിത പങ്കാളിയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഏത് ഭർത്താവിനുണ്ട്. നിന്റെ ഭർത്താവിന്റെ കുറ്റം പറയാതിരിക്കാനുള്ള കടമ ഏത് ഭാര്യയ്ക്കുണ്ട്. എടവ ഈ ലോകത്ത് പെർഫെക്റ്റഡായ മനുഷ്യരൊന്നുമില്ല, എല്ലാം തികഞ്ഞ മനുഷ്യരൊന്നുമില്ല. പക്ഷെ നീ ജീവിതത്തിൽ ചിന്തിച്ചോളാം, ദൈവം നിനക്കായിട്ട് ഓരോരുത്തർ തന്നിട്ടുണ്ട്. അവരെ സ്നേഹിച്ചും അവരെ വിശ്വസിച്ചും അവരെ മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോഴാ നിന്റെ കുടുംബം സ്വർഗ്ഗാവണേ. സ്വർഗ്ഗാവട്ടെ എന്ന് മാത്രമേ അച്ഛൻ പറയുന്നുള്ളൂ. നിന്റെ അപ്പനെ സ്നേഹിക്കാൻ, നിന്റെ അമ്മേനെ സ്നേഹിക്കാൻ. ഞാൻ എപ്പോഴും പറയാറുള്ള, വീഡിയോയിൽ പറയാറുള്ള അമ്മയുടെ ഒരു കാര്യമുണ്ട്. ഓണച്ചൊന്ന് വരുമോ? ഓണച്ചൊന്ന് വരാമോ? ഒരു മിനിറ്റ് കൂടെ വന്നേ. ഒന്നിനല്ല, ഒരു പഠിക്കുക, അങ്ങോട്ട് വാ. എനിക്ക് സ്നേഹമുള്ളതുകൊണ്ട് പുള്ളിനെ വിളിച്ചേട്ടോ. എനിക്ക് ഇഷ്ടമായി പുള്ളിനെ. പുള്ളി എന്നെക്കാളും നല്ലൊരു വാഗ്മിയും പ്രസംഗനൊക്കെയാണ്. അതുകൊണ്ട് പിന്നെ ഞാനൊന്നും പറയുന്നില്ല. ഞങ്ങളിങ്ങനെ അച്ഛൻ ഒരു കാര്യത്തിന് വേണ്ടി എൻ്റെ കൂടെ വെക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ ഒന്നുമില്ല കേട്ടോ. ഞാൻ ഇച്ചിരി കുറ്റം പറയുന്നു മാത്രമേ ഉള്ളൂ, പേടിക്കണ്ട. ഓക്കെ. അപ്പോൾ ഞങ്ങളിങ്ങനെ എനിക്ക് എൻ്റെ അമ്മേനെ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടം എൻ്റെ അമ്മേനെ. എൻ്റെ അപ്പനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അപ്പൻ എന്ന് പറഞ്ഞാൽ വെട്ടുപോത്തിന്റെ സ്വഭാവക്കാരനാണ്. വെട്ടുപോത്താ. ഒരക്ഷരം സ്നേഹത്തോടെ പറയാൻ എൻ്റെ അപ്പനറിയാൻ പാടില്ല. ഇപ്പോഴും അപ്പനോട് എന്തിനു ചോദിച്ചാ, എന്തേ പോ വാ നീക്ക് എന്തിനടാ, ഇതൊക്കെയാണ് എൻ്റെ അപ്പന്റെ സംസാരം. ഫോൺ വിളിച്ചാൽ തന്നെ ചോദിക്കും, എന്തേ? ഒന്നുമില്ലപ്പാ. വിശേഷം എന്തെങ്കിലും? ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? അല്ലപ്പാ എന്തെങ്കിലും? ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? അമ്മ എന്തേ? ഇവിടെ ഉണ്ട്. ഇതാണ് എൻ്റെ അപ്പൻ. കഴിഞ്ഞ ദിവസം ഞാൻ പറയാ തിരുവനന്തപുരത്തോട്ടപ്പാ. അപ്പൊ എൻ്റെ അപ്പൻ ചോദിക്കാ, അതിനിപ്പോ ഞാൻ തൊട്ടേണ്ടേന്ന്. ഇതാണ് എൻ്റെ തന്ത. അമ്മ തിരിച്ചാ ഭയങ്കര സ്നേഹ, അള്ളിപ്പിടിക്കണ സ്നേഹം, ഇതിങ്ങനെ പൊത്തിപ്പിടിക്കും. സംസാരിച്ച വെക്കാത്തൊരു സാധനം. അപ്പനെ വിളിച്ചാൽ നമുക്ക് പെട്ടെന്ന് കാര്യം അറിഞ്ഞ് നിർത്താം. അമ്മ തിരിച്ചാ. അമ്മേനെ ഇപ്പൊ നമ്മൾ സങ്കടം കൊണ്ടാ വിളിക്കണമെങ്കിൽ അമ്മയുടെ സങ്കടം കേട്ടിട്ട് അവസാനം നമ്മൾ അമ്മയോട് പറയും, പോട്ടെ അമ്മ, പ്രശ്നമില്ല, അമ്മ വിഷമിക്കില്ലേ, ഞാനില്ലേ കൂടെ. അതാണ് എൻ്റെ അമ്മ. പക്ഷെ ഞാൻ ഈ ലോകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ അപ്പനെയാണ്. അത് ഞാൻ എപ്പോഴും പറയും. വെട്ടുപോത്ത പുള്ളി, പക്ഷെ എൻ്റെ അപ്പനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്മേനെ എനിക്ക് അതുപോലെ ഇഷ്ടമാണ് കേട്ടോ. അമ്മേനെ ഇഷ്ടമാണ്. പക്ഷെ ഒരു പൊടി എൻ്റെ അപ്പനെ. അത് ഈ വെട്ടുപോത്തായതുകൊണ്ട് എനിക്ക് ഇഷ്ടം. പുള്ളിനെ പോലെ ഞങ്ങളെ സ്നേഹിക്കാൻ വേറെ ആർക്കും പറ്റിയിട്ടില്ല. ഇതിങ്ങനെ നിൽക്കും എന്തുണ്ടെങ്കിലും. ഞാൻ അമ്മയുടെ കാര്യം പറയാൻ വിളിച്ചതാ. ഈ ഞങ്ങളിങ്ങനെ അച്ഛന്മാരിങ്ങനെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ പിതാവ് വന്നിട്ടുണ്ട്. അപ്പൊ പിതാവ് പറഞ്ഞു, നമുക്കൊരു ഫോട്ടോ എടുത്താലാ.
ഞാൻ പറഞ്ഞു ഓക്കെ ഫോട്ടോ എടുക്കാൻ പിതാവേ. അപ്പൊ ഞങ്ങൾ അച്ഛന്മാരിങ്ങനെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തു. അന്ന് ഞങ്ങളുടെ അപ്പനും അമ്മമാരൊക്കെ എല്ലാവരും വന്നിട്ടുണ്ട്. എല്ലാവരും കൂടി നിന്നൊരു ഫോട്ടോയ്ക്ക് എടുത്തു. ഫോട്ടോ എടുത്തു കഴിഞ്ഞപ്പോൾ പിതാവിനൊരു ആഗ്രഹം, അച്ഛന്മാരും പിതാവും മാത്രമായിട്ട് ഒരു ഫോട്ടോ എടുക്കണം. അപ്പൊ എനിക്ക് നല്ല ഹൈറ്റ് ആയതുകൊണ്ട്, എന്റെ ബാച്ചിൽ ഏറ്റവും ഹൈറ്റുള്ള മനുഷ്യനായതുകൊണ്ട് ഞാൻ ഈ അറ്റത്ത് നിൽക്കുക. അപ്പൊ എന്റെ അമ്മ അവിടെ ഇവിടെ ഒക്കെ നിൽക്കണ്ട കേട്ടോ, അച്ഛൻ എന്റെ സ്ഥാനത്താണ് ചിന്തിക്കുക. എന്റെ അമ്മ ഇവിടെ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ട് ഇങ്ങനെ നിൽപ്പുണ്ട്, മാറി ഈ ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞിട്ട്. എന്റെ അമ്മ ഫോട്ടോ എടുക്കണ സമയമായിപ്പോ ഓടി വന്നിട്ട് ദേ ഈ നോക്കിക്കണ സമയത്ത് എന്റെ അമ്മ ഓടി വന്നിട്ട് ദേ ഇങ്ങനെ വന്നിട്ട് ഇതിങ്ങനെ വന്ന് നിൽക്കുക. ഞാൻ വിചാരിച്ച ഈ സാധനം തൊട്ട് കാണിക്കണേ, എനിക്കങ്ങോട്ട് ദേഷ്യം വന്നിട്ട് വള്ളട്ടോ. അപ്പൊ ഞാൻ ഇനി കുറച്ചു നേരത്തെ എന്റെ സ്ഥാനത്ത് ഞാൻ തന്നെ, അച്ഛൻ എന്റെ അമ്മയുടെ സ്ഥാനത്തിട്ടാ. ഞാൻ അച്ഛനെ തള്ളും, അച്ഛൻ പോവരുതിട്ടോ, കുറച്ച് കുറ്റം പറയും കേൾക്കണോട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ അമ്മയോട് ഇതിങ്ങനെ അമ്മയോട് പറയുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ അച്ഛന്മാര് മാത്രമേ ഉള്ളൂ, പിതാവുള്ളൂ, എൻ്റെ അമ്മ മാത്രം വന്നിക്കണേ. ഞാൻ എൻ്റെ അമ്മയോട് പറയാ, അമ്മേ പോ, അമ്മ പോ, അമ്മ നാണം കെടുത്താണ്ട് പോ, തള്ളേ പോ തള്ളേ. ഞാൻ ഇതുപോലെ തള്ളാണ് ഞാൻ. അമ്മ പോയി എന്തിന്റെ കുഴപ്പം പോയി ഇത്രയും പറഞ്ഞിട്ട് എൻ്റെ അമ്മ പോണില്ല. അവസാനിക്ക് ദേഷ്യം കൂടി വരാണ്. എൻ്റെ കൂട്ടുകാരൻ അച്ഛൻ പറഞ്ഞു, ജിനു നമ്മുടെ അച്ഛന്മാരുടെ മാത്രം ഫോട്ടോ ഇല്ലടാ, എൻ്റെ അമ്മ മാത്രം വന്നിക്ക, അമ്മയോടൊന്ന് മാറിക്കാൻ പറയടാ, നമ്മള് ബാച്ചുകാർ നമ്മുടെ അച്ഛന്മാരുടെ മുമ്പിൽ നാണം കെട്ടക്ക. ഞാൻ എൻ്റെ അമ്മയുടെ കൈക്ക് ഇങ്ങനെ പിടിച്ചു ഒന്ന് വന്നോട്ടാ. ഞാൻ ഇങ്ങനെ സൈഡിലേക്ക് മാറ്റി. പിന്നെ ഉപയോഗിച്ച വാക്കുകൾ എനിക്ക് ഇവിടെ വെച്ച് പറയാൻ പറ്റാത്ത വാക്കുകളാ. ഞാൻ തള്ളേന്ന് തന്നെ അമ്മേനെ വിളിക്കണേ. അതുപോലെയാണ് അമ്മേനെ ഞാൻ കുറ്റപ്പെടുത്തി, മാറ്റി നിർത്തിയിട്ട് കുറ്റം. മറ്റേത് അച്ഛന്മാരെ കേൾക്കൂലെന്ന് വെച്ച് പതുക്കെ പറഞ്ഞേ, ഇതങ്ങനെയില്ല. ഇങ്ങനെ മാറ്റി നിർത്തി തള്ളയോടെ എത്ര പ്രാവശ്യം പറഞ്ഞിട്ട് ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടലെന്ന്. അമ്മയ്ക്ക് എന്തിൻ്റെ കുഴപ്പമുണ്ടായിട്ട്, അമ്മയ്ക്ക് എന്തിൻ്റെ പ്രശ്നം, ബോധമില്ലാണ്ട് അവിടെ നിന്നോളും, വെളിയാഴ്ചയില്ല. അമ്മയ്ക്ക് എന്തിൻ്റെ കുഴപ്പമുണ്ടായിട്ട്, അപ്പന വേറെ എത്ര അമ്മമാരെ വന്നിട്ടുണ്ട്, അമ്മയ്ക്ക് മാത്രം ഇത്ര കുഴപ്പം. അമ്മയോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, അമ്മച്ചി ആവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെ കയറി നിൽക്കണമെന്നാ. അമ്മച്ചിയോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ട് ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടലെന്ന്. അമ്മയ്ക്ക് എന്തിൻ്റെ പ്രശ്നമായിട്ട് അവിടെ വന്നിക്കണേ, അമ്മയ്ക്കൊന്ന് പോകുമ്പോൾ തള്ള വന്നിക്കണം. ഇല്ല ഓക്കെ. അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞിട്ട് എൻ്റെ അമ്മ ഇതൊക്കെ കേട്ടെന്ന്. എന്നിട്ട് എൻ്റെ അമ്മ എന്നോട് എന്താ പറഞ്ഞെന്നറിയോ, അപ്പൊ അവൻ 4ാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ. അതെന്നോട് പറഞ്ഞ ഡയലോഗ് എങ്ങനെയാ, ഇങ്ങനെ തിരിഞ്ഞെന്നെ എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ തിരിഞ്ഞിട്ട്, അച്ഛനെ ഇങ്ങനെ തിരിഞ്ഞിട്ട് ഒന്ന് ഇങ്ങനെ തിരിഞ്ഞു നിന്നിട്ട് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞൊരു ഡയലോഗ് എങ്ങനെയാ, എൻ്റെ മുഖത്തേക്കൊക്കെ ഇങ്ങനെ ചിരിക്കി ഇത്രയും പറഞ്ഞിട്ട് ചിരിച്ചിട്ട് ഇങ്ങനെ ചിരിച്ചു എന്നെ നോക്കിയിട്ട്. ചിരിച്ചിട്ട് ഞാൻ തള്ളേന്ന് എന്നെ വിളിക്കണേ. ചിരിച്ചിട്ട് എന്നോട് പറഞ്ഞെങ്ങനെയാ, എന്നെ വിളിച്ചത് ഇങ്ങനെയാ, മോനെ ജിനു നീ അടുത്തത് പറയുമ്പോൾ എനിക്ക് സങ്കടം വരും. എൻ്റെ ലോഹയുടെ ഈ സൈഡ് ഇങ്ങനെ പൊക്ക എൻ്റെ അമ്മ ഇതിങ്ങനെ പൊക്കിയിട്ട് എന്നോട് പറഞ്ഞത് ഇങ്ങനെയാ, മോൻ്റെ ലോഹയുടെ സൈഡ് നിറയെ ചെളിയാടാ, അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാടാ അമ്മ വന്ന് നിന്നേ. നിങ്ങൾ ഈ ലോകത്ത് ചിന്തിച്ചു നോക്ക്, നമ്മുടെ അമ്മ പോയാ നമുക്ക് ആരാ? ഇപ്പൊ പ്രായമായ എൻ്റെ അമ്മയ്ക്ക് ബുദ്ധി കുറഞ്ഞു, മലമൂത്ര വിസർജനം കട്ടിലേക്ക് കിടന്ന് ചെയ്യണു. പക്ഷെ ആ അമ്മ സഹിച്ച സഹനങ്ങളെ മറക്കാൻ പറ്റുമോ? അമ്മേനെ മറക്കാൻ പറ്റുമോ? ഇത്രയും ജീവിതത്തിലൊരു പ്രശ്നം ഉണ്ടായപ്പോഴും എല്ലാവരും തള്ളിപ്പൊളഞ്ഞപ്പോഴും നമ്മുടെ അമ്മ നമ്മളിങ്ങനെ പൊത്തിപ്പിടിച്ചിട്ടുള്ളൂ. മോൻ വിഷമിക്കേണ്ട, അമ്മയുണ്ട്. പക്ഷെ ആ അമ്മ എവിടെയാപ്പോ? ആ അപ്പനെവിടെയാ? തിങ്കിറ്റ്. പ്രായമായി, അറിവില്ല, സ്റ്റാറ്റസ് ഇല്ല, ഭംഗിയില്ല, വൃത്തി പോരാ. പക്ഷെ നിന്നെ പെറ്റത് നിന്റെ അമ്മയാ. അച്ഛൻ നല്ലൊരു കൈഡ് കൊടുത്ത് താങ്ക് യു അച്ഛൻ പോകാം. താങ്ക് യു അച്ഛൻ. ഒരു കാര്യം കൂടി, അപ്പനെയും കൂടി ഓർക്കണം കേട്ടോ. അപ്പൻ, ഞാൻ എപ്പോഴും പറയും, ഈ പുരുഷന്മാര് കരണ കണ്ടിട്ടുണ്ടാ? പുരുഷന്മാര് കരയണ കണ്ടിട്ടുണ്ടാ? ഇല്ല. അതുകൊണ്ട് ഈ നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളും എല്ലാവരും സോഷ്യൽ മീഡിയ അടക്കം അമ്മയുടെ സ്നേഹത്തെ കുറിച്ച് വാനോളം പറയും, അപ്പന്റെ സ്നേഹത്തെ കുറിച്ച് ആരും പറയാറില്ല. ചിന്തിച്ചു നോക്കിയേ. കാരണം എന്താ? അപ്പം കരയില്ല, അപ്പം വെട്ടുപോത്തണ്, കാർക്കശക്കാരൻ, ദേഷ്യക്കാരൻ, വാശിക്കാരൻ, മക്കളോട് കടുകടുത്ത വാക്കുകൾ ഉപയോഗിക്കുന്നവൻ.
പക്ഷേ ഉള്ളിൽ നിങ്ങൾ ചിന്തിച്ചോളാം, അതൊരു മനുഷ്യനാ. അമ്മയുടെ സ്നേഹത്തെക്കുറിച്ച് വാനോളം പറയുമ്പോൾ ചിന്തിച്ചോളാം, എനിക്കൊരു അപ്പനുണ്ടെന്ന്. നിങ്ങൾ എപ്പോഴും ചിന്തിച്ചോ, ഈ അമ്മ മക്കളെടുക്കുന്നത് എവിടെയാ? ഒക്കത്താ. അപ്പൻ മക്കളെടുക്കുന്നത് എവിടെയാ? തോളത്താ. അമ്മയുടെ സ്നേഹം പൊതിഞ്ഞു പിടിക്കുന്ന സ്നേഹം വീടുമ്പോഴേക്കും പൊതിയും. അപ്പൻ അങ്ങനെയില്ല. എന്നെക്കാളും വളരണം എന്റെ മക്കളെന്ന് ചിന്തിക്കുന്നവരാണ് അപ്പന്മാര്. അതുകൊണ്ട് അപ്പൻ കർക്കശക്കാരനാവണേ, അപ്പൻ ദേഷ്യക്കാരനാവണേ, അപ്പൻ വാശിക്കാരനാകണേ, അപ്പൻ വഴുക്ക് വരണേ. കിടക്കുന്നിടത്ത് എഴുന്നേറ്റ് പഠിക്ക്. അമ്മയാണെങ്കിൽ നമ്മൾ വീഴുമ്പോ പൊത്തി എഴുന്നേൽപ്പിക്കും. അപ്പൻ പറയും എഴുന്നേക്ക്, നീ എഴുന്നേക്കാൻ പഠിക്ക്. അപ്പനേക്കാളും വലുതാവണ നീ, താങ്ങാൻ വേറെ ആള് വരില്ല. അതാണ് അപ്പൻ. നല്ല കയ്പന്നുണ്ട് കേട്ടാ. ചിന്തിച്ചു നോക്ക്, അപ്പൻ അങ്ങനെയാ. അപ്പന്മാര് കരയില്ല. അപ്പന് ചങ്കില്ലാഞ്ഞിട്ടോ മനസ്സില്ലാഞ്ഞിട്ടോ ഒന്നല്ല. കുടുംബം എന്ന മഹാസൗഖ്യം ജീവിതത്തിലേക്ക് കയറി വന്നപ്പോ അവന്റെ സങ്കടങ്ങൾ അവൻ മാറ്റിവെച്ചു അവന്റെ മക്കൾക്ക് വേണ്ടി. അവന്റെ വിഷമങ്ങൾ ആരോടും പറയാറില്ല. അവൻ ഇങ്ങനെ നിന്ന് സഹിക്കും. ഞാൻ എന്റെ അപ്പൻ കരനെ കണ്ടിട്ടില്ല ഇതുവരെ. എന്റെ അപ്പൻ കരനെ കണ്ടില്ല. എന്റെ അമ്മയുടെ കരച്ചിൽ കാണണം, ഓ, പക്ഷെ എന്റെ അപ്പൻ കരനെ കണ്ടിട്ടില്ല ഞാൻ. എന്റെ അപ്പൻ ഇങ്ങനെ നിൽക്കും. എന്റെ അപ്പം മരിച്ചു കിടക്കുന്ന സമയത്ത് വരെ എന്റെ അപ്പൻ ഇങ്ങനെ നിൽക്ക. ഒരു തുള്ളി കണ്ണീര്. അതിന് മികവായിട്ടല്ല ഞാൻ പറയണേ, ഞാൻ കണ്ടിട്ടില്ല ആ പുള്ളി കരയണത്. എന്റെ ജീവിതത്തിൽ ഇന്നും എന്റെ റിയൽ ഹീറോ എന്റെ അപ്പനാ. റിയൽ ഹീറോ. ഈ ലോകത്ത് ജീവിക്കാൻ എന്നെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുന്ന എന്റെ അപ്പനാ. തന്റേടിയായ എന്റെ അപ്പൻ. ഞാൻ ഇന്ന് ഓർക്ക, അപ്പൻ എന്റെ അപ്പൂപ്പൻ മരിച്ചെടുക്കുന്ന സമയത്ത് അപ്പൻ ഇങ്ങനെ നിൽക്ക. ഞാൻ പോയിട്ട് എല്ലാവരും കരയാട്ടോ. അപ്പന്റെ അനിയന്മാരും അനീത്തിമാരൊക്കെ കരയണ സമയത്ത് അപ്പന്റെ പുറത്ത് ഞാൻ ഇങ്ങനെ തട്ടി, അപ്പാ എന്താടാ അപ്പാ എന്തേന്ന്, എന്താപ്പാ എന്തേ, പോയേ. പുള്ളി ഇങ്ങനെ കോളൂ. അപ്പൻ അങ്ങനെയാ. ഞാൻ നിർത്തുക. നിങ്ങളുടെ കാര്യം പറയുന്നറിയോ, നിന്റെ ജീവിതത്തിൽ ദൈവം തന്നവരെ ഇവരൊക്കെ. നിന്റെ അപ്പൻ, നിന്റെ അമ്മ, നിന്റെ ഭാര്യ. എനിക്കില്ലാത്തോണ്ടാട്ടെ ഞാൻ പറയാത്ത, അല്ലെങ്കിൽ ഞാൻ നല്ല ഉദാഹരണങ്ങൾ പറഞ്ഞേനെ. ഇവിടെ എല്ലാവർക്കും പോട്ടെ, ഓക്കെ, ഒന്നുമില്ല. അപ്പോ നല്ല ഭാര്യനെ തമ്പുരാൻ തന്നിട്ടുണ്ട്, നല്ല ഭർത്താവിനെ തന്നിട്ടുണ്ട് തമ്പുരാൻ. ഈയിടെ എല്ലാവർക്കും കുറവുകളുണ്ട്. ആ കുറവുകളെ തിരുത്തി ശരിയാക്കാനല്ല ദൈവം പറഞ്ഞേ, അതിനെ അക്സെപ്റ്റ് ചെയ്യ്, എന്നിട്ട് അതിനെ സ്നേഹിക്ക്. എത്രയോ ഭാര്യമാര് പറഞ്ഞിട്ടുണ്ട്, എന്റെ അച്ഛാ ആ മനുഷ്യൻ. എത്രയോ ഭർത്താക്കന്മാര് പറഞ്ഞിട്ടുണ്ട്, അച്ഛാ അവളുള്ളതുകൊണ്ട് അച്ഛൻ ഞാൻ നന്നായേ, അതിന്റെ പ്രാർത്ഥന കൊണ്ടും അത് എത്ര സഹിച്ചേക്കണം എന്നെ കുറിച്ച്. എത്രയോ ഭർത്താക്കന്മാര് പറഞ്ഞിട്ടുണ്ട്, എത്രയോ ഭാര്യമാര് പറഞ്ഞിട്ടുണ്ട്, ആ മനുഷ്യൻ എന്തോരം സ്നേഹിക്കണം അച്ഛാ, അത് എത്ര തല്ലിയാലും അതിനെ സ്നേഹിക്കാണ്ടിരിക്കാൻ പറ്റില്ല അച്ഛാ. അതുപോലെ അത് കൊണ്ടുനടക്കണം. ജീവിതമാണത്. ഇത് നിന്റെ കുടുംബമാണ്, നിന്റെ ജീവിതമാണ്. നിന്റെ ഏറ്റവും വലിയ റിയൽ ഹീറോ, നിന്റെ ഏറ്റവും വലിയ മോട്ടിവേറ്റർ ഉടയ തമ്പുരാനാ. ആ ദൈവമുണ്ട് നിന്റെ കൂട്ടിന്. ആ ദൈവത്തെ നിന്റെ ജീവിതത്തിന്റെ കൂട്ടുപിടിക്കുക. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആ ദൈവത്തിന്റെ ചാരത്തണയുക. എത്ര സങ്കടം ഉണ്ടെങ്കിലും ദൈവത്തെ കൂട്ടുപിടിച്ച് നടക്കുക. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നീ സ്നേഹിക്കേണ്ടത് നിന്നെ തന്നെയാണ്. അതിനുശേഷം നിന്റെ കൂടെയുള്ളവരെ സ്നേഹിക്കാൻ മറന്നു പോകരുത്. സ്നേഹം നിറഞ്ഞവരെ, ഈ 3 കാര്യങ്ങൾ അച്ഛൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. സന്തോഷമായോ? പോടവേന്ന് പറഞ്ഞാണ് നല്ല കാര്യം കേട്ടോ. ഓക്കെ, അപ്പോ സന്തോഷമായോ? എന്റെ ക്ലാസ് ഇഷ്ടമായോ? ബോറടിച്ചോ? ഇഷ്ടമായെങ്കിൽ എനിക്കൊരു നല്ല ഐഡിയ എന്നേ. താങ്ക് യു. ഇനി എവിടെയെങ്കിലും വെച്ചൊക്കെ കാണാം കേട്ടോ. താങ്ക് യു സോ മച്ച്.